കയ്യിലുള്ളത് പോരാ, കയ്യിലുള്ളത് പോരാ, കുറേ കൂടി വേണം, കുറേ കൂടി വേണം. ആ വാഞ്ചയാണ് ഒന്ന്. പിന്നെ ഉള്ളതിൽ സന്തോഷിക്കാൻ പറ്റായി. നമ്മുടെ ആശ്രമത്തിൽ നിർവിശേഷാനന്ദ സ്വാമിജിയും മാ ഗുരുപ്രിയ ഉണ്ടല്ലോ, അവരിവിടെ വരുന്നതിന് മുൻപ് അമർനാഥിലേക്ക് പോവുക. അച്ഛനമ്മമാരും ഉണ്ട് കൂടെ. അച്ഛനമ്മമാർ, അമ്മ പ്രത്യേകിച്ചും കുതിരപ്പുറത്താണ്, അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ചില സമയത്ത് നടന്ന ഒരു പ്രത്യേക ഘട്ടത്തിൽ സൂര്യാസ്തമനം പെട്ടെന്ന് കഴിയും. അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ സാധുക്കൾ, സന്യാസിമാർ ചിലരും പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് ഒരു യാത്രി വീണു അത്രേ. അപ്പോൾ സന്യാസി അവിടെ നിന്ന് പറയുക, ചിരിക്കൂ ചിരിക്കൂ, വിഴുന്നതിലുമുണ്ട് സന്തോഷം, വിഴുന്നതിലുമുണ്ട് സന്തോഷം, കരയരുത്, ദുഃഖിക്കരുത്, വിഷമിക്കരുത്, തളരരുത്. നിങ്ങൾക്കത് കേൾക്കുമ്പോൾ നിസ്സാരം തോന്നും, ഒരു വീഴ്ച വീണു, ഇപ്പം എന്താ അതിന്? ഇടയ്ക്കിടയ്ക്കൊക്കെ വീഴാറുണ്ടല്ലോ നമ്മൾ. ആ ആൾക്കവിടെ എല്ല് പൊട്ടൊന്നും ചെയ്തില്ല. അപ്പോൾ എന്തിലും നമുക്ക് സന്തോഷിച്ചുകൂടെപ്പാ? മനസ്സിനെ ട്രെയിൻ ചെയ്യൂ. ഇതിന് നിങ്ങൾക്ക് ഒരു സ്ഥലത്തും പോണ്ട, ഒരു ക്ഷേത്രത്തിലും പോണ്ട, ഗൃഹക്ഷേത്രത്തിൽ തന്നെ ഇരുന്നാൽ മതി. അപ്രാപ്തവാഞ്ചാമുസൃജ്യ സംപ്രാപ്തേ സമതാം ഗതഃ അദൃഷ്ടഖേദോയ സസന്തുഷ്ട ഇഹോച്യതേ. ആ ആളാണ് സന്തുഷ്ടൻ. എന്തിനാ ഞാനിത് പറഞ്ഞത്? ഇത് ഉപനിഷത്തുകൾ ഇങ്ങനെ പ്രഖ്യാപിക്കണു എന്ന് പറഞ്ഞ് സാധ്യമല്ല എന്ന് നിങ്ങൾ പറയരുത്. ഇത് നമ്മുടെ മനസ്സിൽ ജ്ഞാനരൂപത്തിൽ, വിവേകരൂപത്തിൽ, മാർഗദർശന രൂപത്തിൽ, ആദർശ രൂപത്തിൽ, അനുഷ്ഠാന രൂപത്തിൽ, തത്വവിചാര രൂപത്തിൽ, മനസ്സംയമന രൂപത്തിൽ നമ്മൾ പരിശീലിക്കേണ്ട സത്യങ്ങളാണിത് മുഴുവനും. നിങ്ങൾക്ക് മനസ്സുണ്ടോ, വിവേകമുണ്ടോ, ഇച്ഛാശക്തി ഉണ്ടോ, അത് പ്രയോഗിക്കാൻ തയ്യാറുണ്ടോ, എന്നാൽ ഇതൊക്കെ കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കും. ബ്രഹ്മൈവേദമൃതം പുരസ്താദ് ബ്രഹ്മ പശ്ചാത് ബ്രഹ്മ ദക്ഷിണതശ്ചോത്തരേണ അധശ്ചോർധ്വം ച പ്രസൃതം ബ്രഹ്മൈവേദം വിശ്വമിദം വരിഷ്ഠം. അപ്രാപ്തവാഞ്ചാമുസൃജ്യ സംപ്രാപ്തേ സമതാം ഗതഃ അദൃഷ്ടഖേദോയ സസന്തുഷ്ട ഇഹോച്യതേ. ഇപ്പം നിങ്ങൾക്ക് ഭൂമാനന്ദ സ്വാമിജി പ്രാക്ടിക്കൽ ഫോമുല പറഞ്ഞു തന്നു. ഇനി മിണ്ടരുത്. സ്വാമിജി ഇതൊക്കെ ഇരുന്ന് കേൾക്കാനേ പറ്റൂ, കൊണ്ടു നടക്കാൻ പറ്റില്ല എന്നൊരു പറച്ചില് മിണ്ടിപ്പോകരുത് നിങ്ങൾ. ഒറ്റ ആളെ ഞാൻ അതിന് സമ്മതിക്കില്ല. അക്ഷരം പ്രതി ഇത് അനുഷ്ഠാന യോഗ്യമാണ്. ആ അനുഷ്ഠിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ട്, വിവേകം ഉണ്ട്, കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു തുണയും നിങ്ങൾക്ക് ആവശ്യമില്ല. 46 ശ്ലോകങ്ങൾ നാം എടുത്ത് പ്രതിപാദിച്ചു കഴിഞ്ഞു. ഇനി 47ഉം 48ഉം ശ്ലോകങ്ങളാണ് ഭഗവത്ഗീതയുടെ തനതായ സിദ്ധാന്തം, കർമ്മയോഗം. വാസ്തവത്തിൽ യോഗം എന്ന് പറഞ്ഞാൽ മതി, പക്ഷേ അത് കർമാനുഷ്ഠാനത്തിലൂടെ യോഗ സിദ്ധാന്തം. ആദ്യത്തെ അധ്യായത്തിന് എന്താ പേര്? വിഷാദയോഗം. രണ്ടാമത്തതിനോ സാഖ്യയോഗം. ആ സാഖ്യയോഗം കഴിഞ്ഞ് പിന്നെ കർമ്മയോഗം പറയുക. വിഷാദത്തിനെ വിഷാദയോഗമാക്കി തീർത്തു എന്നുള്ളതാണ് ഒന്നാം അധ്യായത്തിൻ്റെ വിശേഷം. അപ്പം നമുക്ക് യോഗം, യോഗസാധന എന്ന് പറയുന്നത് എന്തുകൊണ്ടും ആവാം. ദുഃഖം ദുഃഖയോഗം, സുഖം സുഖയോഗം, അഹങ്കാരം അഹങ്കാരയോഗം, എന്തിനേയും നമുക്ക് യോഗമാക്കി തീർക്കാം. ജാഗ്രത യോഗം, സ്വപ്നം അതും സ്വപ്നയോഗമാക്കാം. അങ്ങനെ എല്ലാറ്റിനെയും യോഗമാക്കി തീർക്കാമെന്നും അതിനുള്ള വഴി എന്താണെന്നുമാണല്ലോ ഭഗവത്ഗീത പ്രതിപാദിക്കുന്നത്. ഭഗവത്ഗീതായാം യോഗശാസ്ത്രേ ബ്രഹ്മവിദ്യായാം എന്നാണല്ലോ ഓരോ അധ്യായത്തിൻ്റെയും വിവരണം. ബ്രഹ്മവിദ്യയാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ആ ബ്രഹ്മവിദ്യ ഉണ്ടാക്കി തീർക്കുന്നതാണ് യോഗ അനുഷ്ഠാനം. ആ യോഗം അനുഷ്ഠിക്കുന്നത് ആരാ? ഇത്രയും കേട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ യോഗാനുഷ്ഠാനം മനസ്സിലും ബുദ്ധിയിലുമുള്ള പ്രതിഫലനമാണ്, അനുധാവനവുമാണ്. ആ മനസ്സും ബുദ്ധിയും അതിന് മാധ്യമമായി ഉപയോഗിക്കുന്നത് എന്താ എന്നുള്ളതിലാണ് വ്യത്യാസം. സാഖ്യത്തിൽ ആവർത്തിച്ച് വിചാരം ചെയ്ത് പരമാത്മതത്വത്തെക്കുറിച്ച് വിചിന്തനം, വിചാരം, വിമർശം, ആലോചന, അതുതന്നെ മനുഷ്യ വ്യക്തിത്വത്തിൽ ഏറ്റവും ഉയർന്ന ഘടകമാണ് എന്ത്? ബുദ്ധി. ആ ബുദ്ധിയുടെ സ്വഭാവവും സ്വരൂപമാണ് അറിവ്. അന്വേഷിക്കുക, അറിവിന് വേണ്ടി കൊതിക്കുക, അറിവിന് വേണ്ടി പരിശ്രമിക്കുക,
ആ പരിശ്രമത്തിൻ്റെ സ്വരൂപമോ ആലോചന, ഗാഠമായിട്ടുള്ള ആലോചന. ചികഞ്ഞ് 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 അങ്ങോട്ട് ചെല്ലുക. ഒരു വസ്തു കയ്യിൽ കിട്ടിയാൽ, ഒരു വിഷയം കയ്യിൽ കിട്ടിയാൽ. ഇപ്പോൾ വാക്ക് എന്ന് പറഞ്ഞാൽ ശബ്ദം, സ്വരം ഇതെല്ലാം കൂടിച്ചേർന്നതാണ്. അപ്പം ആ വാക്ക് എവിടുന്ന് വന്നു? എന്താണ് ഇതിന് ആധാരം? ആ വാക്ക് പുറപ്പെടാനായി എന്തെല്ലാം ചലനങ്ങളോ ഗതികളോ ശരീരത്തിൽ ഉണ്ടാവണു? അതെവിടുന്ന? വിവരപ്രസൂതി എന്നൊക്കെ പറഞ്ഞ് ശ്രീമദ് ഭാഗവതത്തിൽ വിവരിച്ചു. വൈഖരിയാണത്. പശ്യന്തി, പദ്യം, മധ്യമ എന്നൊക്കെയുള്ള അവസ്ഥാഭേദങ്ങളുണ്ട്. മൂലാധാരത്തിൽ നിന്നാണത് പുറപ്പെടുന്നത്. അടിവയറ്റിലാണ് അതിൻ്റെ ആദ്യത്തെ ചലനം. അത് കഴിഞ്ഞ് നെഞ്ഞിൻ്റെ അവിടേക്ക് കയറി കണ്ഠത്തിലേക്ക് എത്തി. അപ്പോഴാണത് കുറേശ്ശെ സ്വരമായിട്ട് പുറത്തേക്ക് വരണത്. ഇങ്ങനെ ഓരോന്നും കയ്യിൽ കിട്ടിയാൽ ചുഴിഞ്ഞ് ചുഴിഞ്ഞ് ഉള്ളിൽ പോയി അതിൻ്റെ ആ അന്തസ്സത്ത, അതിൻ്റെ മൂലവശം എന്താണെന്ന് കണ്ടുപിടിക്കുക. ഇതാണ് ആലോചനയുടെ ഉദ്ദേശം. ഓരോ ഉപാധിക്കും, ഓരോ പ്രവൃത്തിക്കും, പ്രയത്നത്തിനും അതിൻ്റേതായ അവയവം, അംഗമുണ്ട്, ചലനവുമുണ്ട്. ഇപ്പം കാലുകൊണ്ട് ചെയ്യുന്നതാണ് നടത്തം, നിൽക്കൽ. കൈകൊണ്ട് ചെയ്യുന്നതാണ് ഗ്രഹണം, പിടിക്കൽ. കണ്ണുകൊണ്ട് കാണൽ, ചെവി കൊണ്ട് കേൾക്കൽ എന്ന് പറഞ്ഞ മാതിരി ബുദ്ധി കൊണ്ട് നാം എന്ത് ചെയ്യും? ബോധനം, അറിവിന് വേണ്ട പ്രക്രിയ ചെയ്യും. ആ പ്രക്രിയയാണ് വിചാരം, അന്വേഷണം, ആലോചന, വിമർശം, തിരച്ചൽ, ഗവേഷണം എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ബുദ്ധി ചെയ്യുന്നതാണ്. ആ മനസ്സും ബുദ്ധിയും കൂടി ചെയ്യുന്നതാണ് യോഗാനുഷ്ഠാനം എന്തും. പക്ഷേ അതിന് ഉപയോഗിക്കുന്ന മാധ്യമത്തിലേ വ്യത്യാസമുള്ളൂ. സാഖ്യയോഗത്തിൽ എന്താ? സാഖ്യതത്വങ്ങളെക്കുറിച്ച് കൂലങ്കഷമായി നിരന്തരം ആലോചിച്ചു കൊണ്ടിരിക്കുക. നിരന്തരം ആലോചിച്ചു കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ആ ആലോചന തന്നെയാണ് അതിൻ്റെ സാധന എന്ന്. അതിനാണ് അത് വിചാര സാധന, തത്വവിചാര സാധന എന്നിങ്ങനെ ആവർത്തിച്ച് പറയുന്നത്. അപ്പം ഇവിടെ എന്താ പറയാൻ പോകുന്നത്? സാഖ്യം വിവരിച്ചു കഴിഞ്ഞു. ഇനി യോഗത്തിലുള്ള ബുദ്ധി ഞാൻ പറഞ്ഞു തരാമെന്നാ. ബുദ്ധിർ യോഗേത്വിമാം ശൃണൂന്ന്. യോഗം എന്ന് പറയുന്നത് എന്താണെന്ന് ആ യോഗബുദ്ധി ഞാൻ വിവരിക്കാം എന്ന് പറഞ്ഞിട്ടാണ് പുറപ്പെടുന്നത്. അതിലാണ് വേദങ്ങളെക്കുറിച്ച് വിമർശിച്ച് ഈ വേദകർമ്മങ്ങൾ അനുഷ്ഠിച്ചു പോകുന്നത് കൊണ്ട് നമുക്ക് കർമ്മയോഗത്തിന് അത്യാവശ്യമായ വ്യവസായാത്മിക ബുദ്ധി നിശ്ചയ സ്വഭാവത്തോടു കൂടി ആവില്ല, ശിഥിലഭിഥിലമായിട്ട് പോവുകയുള്ളൂ എന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ ഇവിടെ 47-ാമത്തെ ശ്ലോകത്തിൽ നിർണായകമായ ഒരു പ്രൊനൗൺസ്മെന്റ്, ഒരു വിളംബരമാണ് കൃഷ്ണൻ ചെയ്യുന്നത്. എന്താണത്? കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കദാചന മാ കർമ്മഫലഹേതുർഭൂ മാ തേ സംഗോസ്ത്വകർമ്മണി. ഭഗവത്ഗീതാ സിദ്ധാന്തങ്ങളിൽ പ്രധാനപ്പെട്ട ഈ ശ്ലോകത്തെ ചതുസ്സൂത്രി എന്ന് ബ്രഹ്മസൂത്രത്തിനെ കുറിച്ച് പറയുന്നത് പോലെ പറയാം. 4 സൂത്രങ്ങളാണ് ഇതിൽ കൃഷ്ണൻ അവതരിപ്പിക്കുന്നത്. ഓരോ ലൈനും ഓരോ പദവും ഓരോ സൂത്ര. കർമ്മണി ഏവ തേ അധികാരഃ. അർജുന, തൻ്റെ അധികാരം കർമ്മത്തിൽ മാത്രമാണ്. വളരെ ശ്രദ്ധിച്ച് കേട്ടോളൂ. 58 കൊല്ലായി ഞാനിത് വിവരിക്കാൻ തുടങ്ങുന്നു. ഇത്രയൊക്കെ വിവരിച്ചിട്ടും ഈ ശ്ലോകം തെറ്റിദ്ധരിക്കുകയാണ് എല്ലാവരും. കർമ്മണി ഏവ തേ അധികാരഃ. ഞാൻ ഈ സാഖ്യത്തിനെ പറ്റി വളരെ വിശദമായി പറഞ്ഞു. ഈ പരമാത്മതത്വത്തെ മനസ്സിലാക്കുന്നവൻ ന്യായം ഹന്തിന ഹന്യതേ. അവൻ കൊല്ലൂല, കൊല്ലപ്പെടൂല. കം ഘാതയതി ഹന്തികം. അവൻ എങ്ങനെ കൊല്ലും, എങ്ങനെ കൊല്ലിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞത് എന്താ? പരമാത്മതത്വം ഒന്ന് മാത്രമേ ഇവിടെ സത്യമായിട്ടുള്ളൂ. അത് അനശ്വരമാണ്, ശാശ്വതമാണ്. അതിന് ഒരു വിധത്തിലുള്ള വികാരമില്ല, ഇളക്കമില്ല, പോക്കില്ല, വരവില്ല, ജന്മമില്ല, മരണമില്ല, പരിണാമങ്ങളില്ല. ന ജായതേ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ അജോ നിത്യശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. എത്ര ഭംഗിയായിരിക്കുന്നു. നിങ്ങൾക്ക് കുട്ടികളെ തൊട്ടിലിട്ട് ആട്ടാം ഈ ശ്ലോകം ചൊല്ലിക്കൊണ്ട്. അത്ര വിശേഷപ്പെട്ടതാണ്. നമ്മൾ നാരായണീയം, ഇത് വിഷ്ണു സഹസ്രനാമം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഒക്കെ നല്ലത് തന്നെ. കുട്ടികൾക്ക് ചൊല്ലാനുള്ളതാണ് വിഷ്ണു സഹസ്രനാമം. മുതിർന്നവർക്കാവുമ്പോഴേക്കും അർത്ഥവും ആശയവും ആദർശവും ഒക്കെയുള്ള ശ്ലോകങ്ങളും സ്തോത്രങ്ങളുമാണ് ചൊല്ലേണ്ടത്. അപ്പം നിങ്ങളൊക്കെ എത്രയും വേഗം വിഷ്ണു സഹസ്രനാമം ഒരു ഭാഗത്ത് ഇരുന്നോട്ടെ. അത് വിട്ട് ഭഗവത്ഗീത ഓരോ അധ്യായം, 2 അധ്യായം ചൊല്ലി തുടങ്ങണം. വിഷ്ണു സഹസ്രനാമം 1000 നാമങ്ങളാണ്.
അതിൽ ഇന്നത് ചെയ്യൂ, ഇന്നത് ചെയ്യൂ, ഇന്നത് ചെയ്യൂ എന്നുള്ള പറച്ചിലില്ല. ഇന്ന മാതിരി ആയാൽ കൊള്ളാം എന്നുള്ളതില്ല. മഹാവിഷ്ണുവിൻ്റെ 1000 പര്യായ ശബ്ദങ്ങൾ മാത്രമേ ഉള്ളൂ. ഭഗവത്ഗീതയിലോ നമ്മുടെ നിത്യജീവിതത്തെ തൊട്ടുകൊണ്ട് സ്പർശിച്ചുകൊണ്ട് ഇന്നെന്ന മാതിരി ചിന്തിക്കൂ, ഇന്നെന്ന മാതിരി ചെയ്യൂ, ജീവിതം എന്താണ്, അതിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താകണം നിങ്ങളുടെ ലക്ഷ്യം, ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ എന്തു വേണം, സാക്ഷാത്കാരമാകുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള വഴി ആ വഴി ഇങ്ങനെ 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 ഇങ്ങനെയുമുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് 18 അധ്യായത്തിന് 18 യോഗങ്ങളാണ്. അതിലെ എല്ലാ ദിക്കിലും നമുക്ക് നിത്യജീവിതത്തിലും നിത്യപ്രവൃത്തികളിലും ആ പ്രവൃത്തി ഫലങ്ങളെ നേരിടുന്നതിലും എല്ലാറ്റിലുമുള്ള തത്വമൂല്യ സിദ്ധാന്തങ്ങളുണ്ട്. അപ്പൊ ഇവിടെ കർമ്മണി ഏവ തേ അധികാരഃ, കർമ്മത്തിൽ മാത്രമാണ് നിനക്ക് അധികാരം. മാ ഫലേഷു കദാചന, ഒരിക്കലും ഫലങ്ങളിൽ ഇല്ല, അരുത് എന്നാണ് അർത്ഥം. മാ കർമ്മഫലഹേതുർഭൂഹു, കർമ്മം ചെയ്യുന്ന സമയത്ത് ആ കർമ്മത്തിന് വിഷയക്ഷേത്രത്തിൽ ഒബ്ജക്റ്റീവ് എന്നർത്ഥം. ബാഹ്യലോകത്ത് ആ കർമ്മത്തിനുള്ള ഫലമുണ്ടല്ലോ, ആ ഫലത്തെ ഉദ്ദേശിച്ച് മാത്രമാകരുത് ചെയ്യുന്നത്. നീ കർമ്മത്തിനുള്ള ബാഹ്യഫലത്തെ മാത്രം ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്നവനാകരുത്. മാ തേ സങ്കോസ്ത്വകർമ്മണി, അതേസമയം നിനക്ക് കർമ്മം ചെയ്യാതെ ഇരിക്കണം എന്നുള്ളൊരു തോന്നലാവരുത്. പൊല്ലാപ്പാണല്ലോ അപ്പ ഈ കർമ്മം, എന്ത് ചെയ്താലും നമുക്ക് ബന്ധനമാണല്ലോ. ആ ബന്ധനമുള്ളതുണ്ടല്ലോ, അത് വേണ്ടാന്ന് വെച്ച് കളയാം. അർജുനൻ അതാണല്ലോ പറഞ്ഞത്. ഇത് പാപമാണ്, മുത്തച്ഛനെയും ഗുരുനാഥനെയും വരെ കൊല്ലേണ്ടി വരും, അവരോട് പടപൊരുതേണ്ടി വരും. ഇത് മനുഷ്യ മനസ്സ് സമ്മതിക്കില്ല, വികാരം ഒരിക്കലും മൂളില്ല. അപ്പം ഇത് ആലോചിക്കും തോറും നടുക്കമാണ്. അതുകൊണ്ട് ഞാൻ യുദ്ധക്ഷേത്രം വിടാം, ഭിക്ഷയെടുത്ത് സന്യാസിയായി കാര്യം നടത്താം, കാലക്ഷേപം കഴിക്കാം എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. അങ്ങനെ കർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതോ അലസനായിരിക്കുന്നതോ ആകരുത് നിന്റെ ലക്ഷ്യം. ഇങ്ങനെ 4 പ്രസ്താവനയായത്. അതാണ് ചതുസ്സൂത്രി എന്ന് പറഞ്ഞത്. ഇതിനെ നമ്മൾക്കൊന്ന് വേണ്ടതുപോലെ മനസ്സിലാക്കണം. ഈ മനസ്സിലാക്കുന്നതിൽ വളരെയധികം തെറ്റാണ് എല്ലാവർക്കും വരുന്നത്. എന്താ ഈ തെറ്റിനുള്ള കാരണം? അധികാരം എന്നൊരു വാക്കാണ് അവിടെ. അധികാരം എന്ന് പറഞ്ഞാൽ ഭഗവത്ഗീത സംസ്കൃത ഭാഷയിലാണ്. അധികാരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്ത് കാര്യം ചെയ്യണമെങ്കിലും അതിനുള്ള കോമ്പിറ്റൻസ്, അതിനുള്ള മെച്യൂരിറ്റി, അതിനുള്ള അർഹത വേണം. അധികാര ശബ്ദത്തിന് അർഹതയാണ്. നമ്മൾ സാധാരണ അയാൾക്കത് പറയാൻ എന്താ അധികാരം, അയാൾക്കത് ചെയ്യാൻ എന്താ അധികാരം എന്ന് പറഞ്ഞാൽ ശക്തി ഉണ്ടോ, അതിനുള്ള നിയമസാങ്ഷൻ നിയമാനുവാദമുണ്ടോ എന്നൊക്കെയാണ്. പോലീസുകാർക്ക് ആരെ വേണമെങ്കിലും പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം, തടുത്തു നിർത്താം. നമുക്ക് പറ്റില്ല. അപ്പം അവർക്കതിന് നിയമം അനുവദിക്കണം. ആരെ വേണമെങ്കിലും പിടിക്കാനും കൊണ്ടുപോകാനും ചോദ്യം ചെയ്യാനും ഒക്കെ അവകാശം. പക്ഷെ അവർക്ക് ചെയ്യുന്നതിന് ചില വ്യവസ്ഥകളുണ്ട്. അതാണ് അറസ്റ്റ് ചെയ്യാനും ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട്. പക്ഷെ പോലീസുകാർക്കല്ലേ അതുള്ളൂ. വഴി കൂടി പോകുന്ന ഒരാളെ തടുത്തു നിർത്തി താൻ ആരാടോ, എങ്ങോട്ടാണ് പോണത് എന്ന് ചോദിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. അതിനുള്ള കാരണം അവരുടെ പിന്നിലുണ്ടാവും. ഒരാളെ പിടിച്ച് അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് വാറണ്ടും കൊണ്ടുവന്ന് അവർക്ക് അതിനുള്ള അധികാരം. ആ അധികാരമല്ല ഇവിടെ, അത് മലയാളത്തിലുള്ള അധികാരമാണ്. ഇത് സംസ്കൃതത്തിലാണ് ഈ അധികാര ശബ്ദം. അപ്പൊ അധികാരം എന്ന് പറഞ്ഞാൽ അർഹത, യോഗ്യത, പാകം, പക്വത, ഇതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കർമ്മണി എന്ന് പറഞ്ഞാൽ സപ്തമി വിഭക്തി, കർമ്മത്തിൽ, ഏവ മാത്രം, തേ നിനക്ക്, അധികാര ഉള്ള അധികാരം. അപ്പൊ ഈ അധികാര ശബ്ദത്തിന് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഇപ്പൊ ഞാനിങ്ങനെ പറയുന്നു, എല്ലാവർക്കും ഭഗവത്ഗീത പറയാൻ പറ്റുമോ? എല്ലാവർക്കും ബ്രഹ്മവിദ്യ പ്രതിപാദിക്കാൻ പറ്റുമോ? അപ്പൊ ബ്രഹ്മവിദ്യ പ്രതിപാദിക്കാനുള്ള അധികാരം ആർക്കുണ്ടെന്നാണ്. ആ ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ച് ബ്രഹ്മനിഷ്ഠനായി ബ്രഹ്മണ്യുപരതശാന്ത നിരിന്ധന ഇവാനലഹ, ആ ബ്രഹ്മത്തിൽ തന്നെ ഉപരമിക്കുന്ന ആള്, വേറെ ലക്ഷ്യമൊന്നുമില്ല, സാക്ഷാത്കാരമൊന്നുമില്ല, തൻ്റെ കയ്യിൽ സമ്പത്തോ ആശ്രയമോ മുതൽക്കൂട്ടോ ആയോ ഒന്നുമില്ല, ബ്രഹ്മജ്ഞാനം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച് അതിൽ പാരമ്യത വന്നവനാണ് ബ്രഹ്മവിദ്യ പ്രതിപാദിക്കേണ്ടത്. നമ്മൾ ഈ ഭഗവത്ഗീതയും പ്രതിപാദിക്കണമെങ്കിൽ ആ ഭഗവത്ഗീതാ ശാസ്ത്രം ജീവിതത്തിൽ നിത്യവൃത്തിയോ നിത്യാനുസന്ധാനമോ ആയിരിക്കണം. വെറുതെ അങ്ങോട്ട് പറയാൻ പറ്റില്ല. പ്രതിപാദിക്കുന്നത് വിഷയങ്ങളല്ല, വിഷയമാണ്.
ആ വിഷയെ ഗ്രഹിച്ചിട്ടേ ബാക്കി അത് പറയാൻ പറ്റുള്ളൂ. അപ്പം അധികാര ശബ്ദം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ കോമ്പിറ്റൻസ്. അത് പറയാൻ തക്ക യോഗ്യത. യോഗ്യത എവിടുന്നാ ഉണ്ടാവുക? മനസ്സ് പവിത്രമായി, ബുദ്ധി സൂക്ഷ്മമായി, അന്തരാത്മാവിനെക്കുറിച്ച് വേണ്ടത്ര ആലോചിച്ച്, ബാഹ്യവൃത്തികളിൽ നിന്നും ബാഹ്യവസ്തുക്കളിൽ നിന്നും മനസ്സ് വിരമിച്ച് ഉള്ളിൽ ഒതുങ്ങി അന്തരാത്മാവിൽ തന്നെ വിശ്രമം കൊണ്ട് വേണ്ടത്തോളം സമയം ചെലവ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ബ്രഹ്മനിഷ്ഠൻ. അങ്ങനെ ഒരാൾ വേണം ഇത് പറയാൻ. അല്ലാതെ ഭഗവത്ഗീത എടുത്ത് അങ്ങോട്ട് വിവരിക്കാനും വ്യാഖ്യാനിക്കാനും തുടങ്ങിയാൽ ഭഗവത്ഗീത എവിടെയോ കുരുക്ഷേത്രത്തിൽ ഉണ്ടാവും. നമ്മളിവിടെ പറയണതോ ഏതോ മുക്കിലും മൂലയിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കൃഷ്ണൻ പറഞ്ഞു കൊടുത്ത, അർജുനന് പറഞ്ഞു കൊടുത്ത ഭഗവത്ഗീതയാവണം. അർജുനൻ ഉണ്ടായതുപോലെ മനസ്സിലുള്ള സംശയങ്ങളോ വിഷമങ്ങളോ തീരണം, ബുദ്ധിക്ക് ആശയത്തെളിച്ചം വരണം, മനസ്സിന് സ്ഥിരബുദ്ധി ഉണ്ടാവണം, സ്ഥിതപ്രജ്ഞനാകണം എന്നുണ്ടെങ്കിൽ കൃഷ്ണൻ പറഞ്ഞതുപോലെ പറഞ്ഞു കൊടുക്കണം. അപ്പം അധികാര ശബ്ദം എന്ന് പറഞ്ഞാൽ കോമ്പിറ്റൻസ് എന്നാണ് അർത്ഥം. അപ്പം നല്ല പോലെ പഠിച്ച് ശാസ്ത്രങ്ങൾ മനസ്സിലാക്കി വേണ്ടത്ര വിചിന്തനം ചെയ്ത് അത് ജീവിതത്തിൽ ഒരു സാധനയാക്കി മാറ്റി ആ സാധനയുടെ പരിണത ഫലമായി സിദ്ധിയും സിദ്ധനും ആയാൽ മാത്രമേ ഭഗവത്ഗീത പ്രതിപാദിക്കാൻ പറ്റൂ. അതുപോലെ ഒരർത്ഥമാണ് ഇവിടെ. ഞാൻ അർജുനനോട് പറഞ്ഞു, എന്തു പറഞ്ഞു? സാഖ്യയോഗത്തിൻ്റെ മഹത്വം. ഈ പരമാത്മാവിനെ മനസ്സിലാക്കി കഴിഞ്ഞവന് പിന്നെ ഹനന പ്രക്രിയ എന്നൊരു പ്രക്രിയയില്ല. ആ ആൾ കൊല്ലപ്പെടുന്നുമില്ല, കൊല്ലുന്നുമില്ല. ഒരു ഭാഗത്ത് ദേഹതലത്തിൽ യുദ്ധം നടക്കും, പൊരിഞ്ഞ യുദ്ധം നടക്കും. ശരങ്ങൾ ഓരോന്നും ചെന്ന് എതിർപക്ഷത്തിലുള്ളവരുടെ ശരീരത്തിലും അവിടെ ഇവിടെയൊക്കെ തറയ്ക്കും. പലരും ആനയുടെ മോളിന്ന് വീഴും, കുതിരയുടെ മോളിന്ന് വീഴും, രഥത്തിൽ നിന്ന് മറിയും, കാലാൾപ്പട ഒന്നൊന്നായി താഴത്ത് വീഴും. ഇതൊക്കെ ഇവിടെ നടക്കും. എന്നാലും സത്യം ദർശിക്കുന്നവൻ കൊല്ലണമില്ല, കൊല്ലപ്പെടുന്നുമില്ല എന്നുള്ളതാണ് ബുദ്ധിയിലുള്ള അറിവും സാക്ഷാത്കാരവും. അതാണ് സാഖ്യയോഗം, അതാണ് ആത്മസാക്ഷാത്കാരം. ആ ആത്മസാക്ഷാത്കാരം ആർക്ക്, എവിടെ എന്ന് ചോദിച്ചാൽ ഉള്ളിൽ മനസ്സും ബുദ്ധിയും കൂടി ആ ഉൾ വ്യക്തിത്വത്തിന് വരുന്ന അനുഭവ സിദ്ധിയാണത്. ഈ അനുഭവസിദ്ധി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? മനസ്സ് പവിത്രമാവണം, ബുദ്ധി പരമസൂക്ഷ്മമാവണം. കണ്ണുകൊണ്ട് നാല് ഭാഗത്തുമുള്ള വസ്തുക്കളെ നോക്കിക്കണ്ട് മനസ്സിലാക്കുന്നത് പോലെ കണ്ണടച്ച് മനസ്സും ബുദ്ധിയും കേന്ദ്രീകരിച്ച് പരമാത്മതലത്തിൽ അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് അവിടെ ആകാശം പോലെ ചിദാകാശം, പ്രകാശം കൊണ്ടൊരു ആകാശം ഉണ്ടാക്കി അതിലിങ്ങനെ മുങ്ങിപ്പൊങ്ങി വിഹരിച്ചിരിക്കാൻ നമുക്ക് പറ്റണം. അപ്പോഴാണ് നമുക്കതിനുള്ള അധികാരം വരുന്നത്. അത് സാധാരണ എല്ലാവർക്കും പറ്റുമോ? പറ്റില്ല. എന്താ? പെറ്റു വീണ കുട്ടി വീണത് മുതൽക്ക് ബാഹ്യവസ്തുക്കളുമായിട്ടാണ് സമ്പർക്കം. ആ വസ്തുക്കളുടെ ഓരോരോ പ്രതീതിയും പ്രതിച്ഛായയുമാണ് ആ കുട്ടിയുടെ മസ്തിഷ്കത്തിലും മനസ്സിലും പതിയുന്നത്. അമ്മയെ കണ്ട് മനസ്സിലാക്കി, അച്ഛനെ കണ്ട് മനസ്സിലാക്കി, അമ്മയുടെ സ്പർശം പ്രത്യേകം മനസ്സിലാക്കി തുടങ്ങി, വിശക്കുമ്പോൾ കരയും. ഇതൊക്കെ ബാഹ്യവസ്തുക്കളാണ്, ബാഹ്യ സംസർഗമാണ്. അപ്പം ബാഹ്യജ്ഞാനമാണ് പിറന്നത് മുതൽക്ക് നമുക്ക് കിട്ടുന്നത്. അപ്പം ആ ബാഹ്യജ്ഞാനത്തിൻ്റെ സ്ഥാനത്ത് അത് മാറ്റി നിർത്തി ഉള്ളിലുള്ള ജ്ഞാനം, എന്താണ് ഈ മനസ്സ്, എന്താണ് ഈ മനോവൃത്തി, എന്താണ് ഈ ബുദ്ധി, എന്താണ് ബുദ്ധിവൃത്തി. നാം എല്ലാം വിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലോ. എവിടേക്കാണ് ഈ ഉറങ്ങുന്നത്? ഉറക്കത്തിൽ ഏത് തലത്തിലാണ് നമ്മൾ ചെന്ന് അണയുന്നത്? അങ്ങനെ ഒരു തലമുണ്ടോ? ജാഗ്രത അവസ്ഥയിൽ ഇന്ദ്രിയങ്ങളോട് കൂടിച്ചേർന്ന് ലോകവസ്തുക്കളോട് ബന്ധപ്പെട്ട് ലോകതലം, ബാഹ്യതലം, അനന്തമായ പ്രപഞ്ചമാണ് നമ്മെ ചുറ്റി നിൽക്കുന്നത്. അപ്പം ബാഹ്യമായ ഒരു അനന്തതലത്തിലാണ് ജാഗ്രത അവസ്ഥയിൽ ഉണർന്നിരുന്ന നമ്മൾ. ഈ ബാഹ്യവും അനന്തതയും മുഴുവനും പോയി. ഉള്ളിലെല്ലാം കിണറ്റിൻ്റെ ഉള്ളിൽ ഒരു കല്ലിട്ടതുപോലെ നമ്മൾ ഉള്ളിൽ അങ്ങോട്ട് ഒതുങ്ങിയിരുന്ന് ശരീരവുമില്ല, മനസ്സുമില്ല, ബുദ്ധിയുമില്ല, അഹങ്കാരവുമില്ല, ഐന്ദ്രിയ ലോകവുമില്ല. ഇങ്ങനെ എല്ലാം ഇല്ലാതെയായി തൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന താൻ മാത്രമായിരിക്കുന്ന ഒരു സ്ഥിതിയാണ് സുഷുപ്തി. അങ്ങനെ ഒന്നും ഉണ്ടോ? നമുക്ക് ഉണ്ടല്ലോ. എവിടെയാ നമ്മൾ ചെന്ന് അണയുന്നത്? ബാഹ്യലോകത്തിന് വിട്ടിട്ടോ ഒരു തീർത്ഥയാത്ര പോലെ ഉള്ളിലേക്ക് പോയി. എന്നിട്ടോ എവിടെയാ ചെന്ന് അണഞ്ഞത്? ആരാണ് നമ്മളെ കെട്ടിപ്പിടിച്ച് പുൽകി അവിടെ ഇരിക്കണത് എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റണം. ഇത് പുറമേയുള്ള ഒരു അനുഭവമല്ല, സുഷുപ്തി ആന്തരാനുഭവമാണ്, ഉള്ളനുഭവമാണ്. ആ ഉള്ളനുഭവത്തിൽ ഈ അനുഭവം നൽകുന്ന ഒരു സ്രോതസ്സുണ്ട് അവിടെ. ആ സ്രോതസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റണം എന്ന് പറഞ്ഞാലോ ഉണർന്നുകൊണ്ട് ഉറങ്ങണം.
ഉണർന്നുകൊണ്ടുറങ്ങണം. ഉണർന്നുകൊണ്ടിരിക്കെ ഉറക്കം നമുക്ക് അനുഭവപ്പെടണം. അപ്പൊ ബാഹ്യപ്രപഞ്ചം എങ്ങനെ ഐന്ദ്രിയ തലത്തിൽ അനുഭവപ്പെടുന്നുവോ അതേ ആൾക്ക്, അതേ മനസ്സിന്, അതേ ബുദ്ധിക്ക് എല്ലാറ്റിനെയും വിട്ട് അവനവനിൽ അമർന്നിരിക്കുന്ന ആ ഉറക്കതലവും നമുക്ക് അനുഭവപ്പെടും. ആ അനുഭവം എല്ലാവർക്കും പെട്ടെന്ന് സാധിക്കുകയോ? സാധിക്കില്ല. അപ്പൊ സാധിക്കാത്തവരെന്ത് വേണം? സാഖ്യയോഗം ഞാൻ പറഞ്ഞു മനസ്സിലാക്കി, ശരിയാണ്. പക്ഷെ ആ സാഖ്യബുദ്ധി പെട്ടെന്ന് പരിശീലിക്കാനോ അതിൽ നമുക്ക് സാക്ഷാത്കാരം കൈവരിക്കാനോ സാധിക്കില്ല. അതിന് കുറച്ച് സമയം വേണം. അർജുനൻ ഇത്രയും കാലം ചെയ്തതെന്താ? വനവാസത്തിൽ തപസ് ചെയ്തു, പാശുപതാസ്ത്രം സമ്പാദിച്ചു, ഗാണ്ഡീവം കയ്യിൽ കിട്ടി, ഒടുങ്ങാത്ത ആവനാഴി കയ്യിലുണ്ട്. 13 കൊല്ലമായി മഹാഭാരത യുദ്ധത്തെക്കുറിച്ച് ആലോചിച്ച് അങ്ങനെ നുണഞ്ഞുകൊണ്ടിരിക്കുക. ആ 13 കൊല്ലത്തെ പ്രതീക്ഷയാണ് ഇപ്പൊ മുൻപിൽ വന്ന് നിൽക്കുന്നത്. ആ സമയത്ത് പെട്ടെന്ന് ഇപ്പൊ ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞതുകൊണ്ട് യുദ്ധം മനസ്സൊന്ന് പോവോ? ഇവിടെ യുദ്ധം ചെയ്യുന്നതിൽ എന്തോ ചില തടസ്സങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. ഈ മഹാനുഭാവന്മാരെ ഞാൻ എങ്ങനെ കൊല്ലും? കൂർത്തും മൂർത്ത ശരങ്ങൾ അവരുടെ ദേഹത്തിൽ എങ്ങനെ പ്രയോഗിക്കും എന്നുള്ളതാണ് ഇവിടെ സംശയം. ആ സംശയം മനസ്സിൽ നിന്ന്, സങ്കടം മനസ്സിൽ നിന്ന്, സംശയം ബുദ്ധിയിൽ നിന്ന് ഉദിക്കുന്നതാണ്. ആ തടസ്സങ്ങളെ മുൻനിർത്തിയാണ് ഞാൻ പടപൊരുതില്ല എന്ന് പറഞ്ഞ് വിസൃജ്യ സശരം ചാപം, ആവനാഴിയും അമ്പും വില്ലും എല്ലാം താഴത്തങ്ങോട്ട് വെച്ച് ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞത്. അപ്പൊ യുദ്ധം ചെയ്യില്ല എന്ന് പറയിപ്പിക്കാൻ ഇവിടെ ഒരു കാരണമുണ്ട്. മനസ്സിന്റെ സങ്കടം, ബുദ്ധിയുടെ വിഷമം, സംശയം, അത് രണ്ടും നീങ്ങിക്കിട്ടിയാൽ ഈ യുദ്ധം ചെയ്യാൻ പറ്റും അർജുനന്. അങ്ങനെ യുദ്ധപ്രേരിതനായി യുദ്ധം ചെയ്യാൻ വെമ്പലോടുകൂടി വന്നിട്ടുള്ള ഒരാള് പെട്ടെന്ന് അങ്ങോട്ട് പറയുകയാണ് ഞാൻ യുദ്ധം ചെയ്യില്ല, സന്യാസി ആയിക്കളയാം എന്ന് പറഞ്ഞാൽ നടക്കില്ല അർജുന. അപ്പൊ അർജുനുള്ള അധികാരം, പാകം, പക്വത, അർഹത, യോഗ്യത എന്തിനാ? കർമ്മത്തിലൂടെ ഈ സാഖ്യതത്വം സാക്ഷാത്കരിക്കാനാണ്. പെറ്റു വീണ ഏത് കുട്ടിയും വളർന്നു വരുമ്പോൾ കർമ്മത്തിലൂടെയാണ് വളരുന്നത്. ഈ ലോകം ഉണ്ടായതെങ്ങനെയാ? കർമ്മത്തിലൂടെയാണ്. നിലനിൽക്കുന്നതോ കർമ്മത്തിലൂടെയാണ്. ഒരു ശ്ലോകമുണ്ട്, വളരെ വിശേഷപ്പെട്ട ഒരു ശ്ലോകമാണ്. ബാണഭട്ടന്റെ കാദംബരിയിലുള്ളതാണ്. തുടക്കത്തില് രജോജുഷേ ജന്മനി സത്വവൃദ്ധയേ സ്ഥിതൗ പ്രജാനാം പ്രളയേ തമസ്പൃശേ അജായ സർഗസ്ഥിതിനാശഹേതവേ ത്രയീമയായ ത്രിഗുണാത്മനേ നമഃ. പുസ്തകരചയിതാക്കളുണ്ടല്ലോ, ഗ്രന്ഥകർത്താക്കൾ എല്ലാവരും ആ ഗ്രന്ഥം തുടങ്ങുന്നതിന് മുൻപ് അവരൊരു സ്തുതി, ഒരു സമർപ്പണം, ഒരു ആരാധന നടത്തിയിട്ടേ പുറപ്പെടുള്ളൂ. ഇത് പാശ്ചാത്യർക്കില്ല. എൻ്റെ അമ്മയ്ക്ക് സമർപ്പിച്ചിരിക്കുകയാണത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബന്ധുവിനാണ് സമർപ്പിച്ചിരിക്കണത്. എന്തെങ്കിലും ഒരു പേര് പറയുള്ളൂ. ഡെഡിക്കേഷൻ. പുസ്തകം എഴുതിയത് അവർക്ക് ഡെഡിക്കേഷൻ നടത്തണമെന്നാണ് അവരുടെ പറച്ചിൽ. നമ്മൾ എഴുതുന്നതിന് മുൻപ് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് എഴുതണമെന്നാണ് നമ്മൾ പറയുക. തൊട്ടതൊക്കെ നമുക്ക് ഭഗവത് സ്മരണയും ഭഗവത് പ്രണാമവുമാണ്. അപ്പൊ ഈ ശ്ലോകത്തിൽ അദ്ദേഹം പറയണത് എന്താണെന്ന് വെച്ചാൽ രജോജുഷേ ജന്മനി. ജന്മം എന്ന് പറയുന്നത് ആ ബ്രഹ്മാവുണ്ടല്ലോ, ആ ബ്രഹ്മാവ് എപ്പോഴും രചിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ രജോ ഗുണമാണ് ബ്രഹ്മാവിൽ ഉത്കടമായി എപ്പോഴും പ്രവർത്തിക്കുന്നത്. രജോജുഷേ ജന്മനി സത്വവൃദ്ധയേ സ്ഥിതൗ. ഇനി ഉള്ളതിനെ നിലനിർത്തുക എന്നുണ്ടല്ലോ മഹാവിഷ്ണു, അതാണ് സത്വഗുണത്തിന്റെ പ്രകടനം. കണ്ണ് മിഴിച്ചിരിക്കണം, എല്ലാറ്റിനും കോട്ടം വരാതെ നോക്കിക്കൊണ്ടിരിക്കണം. എവിടെ എന്ത് കുഴപ്പം വന്നാലും അവിടെ ഓടിയെത്തണം. പ്രഹ്ലാദന്റെ കഴുത്ത് വെട്ടാനായി ഹിരണ്യകശിപു രക്ഷിക്കേണ്ട അച്ഛനാണ്. വാൾ ഊരി കഴുത്ത് വെട്ടാനായിട്ട് എടുത്ത് കാല് വെച്ചു കഴിഞ്ഞു. മകനെ അവിടുന്ന് രക്ഷിക്കണം. ആരാ കൊല്ലാൻ പുറപ്പെട്ടിരിക്കണേ? അച്ഛൻ തന്നെ. രക്ഷിക്കേണ്ട അച്ഛൻ ശിക്ഷിക്കാൻ പുറപ്പെട്ട് കാലെടുത്ത് വെച്ചാൽ ആ കുട്ടിയെ പിന്നെ ആരാ രക്ഷിക്കുക? ആ സമയത്താണ് ഹിരണ്യകശിപുവിന്റെ ശ്രദ്ധയാകെ മാറ്റിക്കൊണ്ട് തൂണിലേക്ക് അങ്ങോട്ട് നീങ്ങിയത്. തൂണിലൊരു കടകടാന്നൊരു ശബ്ദം പുറപ്പെട്ടു. അപ്പൊ മകന്റെ നേരെ പുറപ്പെട്ട ആള് തൂണിലേക്കാ നീങ്ങി. അപ്പൊ അങ്ങനെ ഒരു നരസിംഹത്തിന്റെ ഒരു അവതാരം ഉണ്ടാവാനും ഹിരണ്യകശിപുവിന്റെ ശ്രദ്ധ മകനിൽ നിന്ന് മാറ്റി തൂണിലേക്ക് തട്ടി നീക്കി കൊണ്ടുപോകാനും എത്ര ജാഗരൂകത വേണം എന്ന് ആലോചിച്ച് നോക്കൂ. ആ ശ്രദ്ധ, ആ അറിവ്, ആ പ്രത്യുത്പന്ന മതിത്വം, ഇതെല്ലാം സത്വഗുണത്തിനേ ഉള്ളൂ. പ്രകാശവും അറിവുമാണ് സത്വം.
അപ്പൊ ഈ പ്രപഞ്ചത്തിനെ നിലനിർത്താൻ എപ്പോഴും സത്വഗുണത്തിന്റെ ആവശ്യം വേണം. അറിവില്ലാതെ ഇത് നിലനിർത്താൻ പറ്റില്ല. നമ്മുടെ ജാഗ്രത അവസ്ഥ സത്വഗുണത്തിന്റെ പ്രകടനമാണ്. ഉറങ്ങുന്നതാണ് തമോ ഗുണം, സ്വപ്നം കാണുന്നതാണ് രജസ്. രജോജുഷേ ജന്മനി സത്വവൃദ്ധയേ സത്വവൃദ്ധയേ സ്ഥിതൗ. സത്വവൃദ്ധയേ സ്ഥിതൗ. ഈ ലോകം സ്ഥിതി ചെയ്യാൻ വേണ്ടി സത്വഗുണത്തിൽ സ്ഥിതി ചെയ്യുന്നു. പ്രജാനാം പ്രളയേ തമസ്പൃശേ. ഈ പ്രജകളെല്ലാം ലയിച്ച് മരിച്ച് ഇല്ലാതെയായി പോകുമ്പോൾ അത് തമോ ഗുണത്തിന്റെ പ്രകടനമാണ്. ജന്മത്തിൽ രജോ ഗുണവും സ്ഥിതിയിൽ സത്വഗുണവും ലയം നാശത്തിൽ തമോ ഗുണവുമായി അങ്ങനെ 3 ഗുണങ്ങളും മാറി മാറി അവലംബിച്ചുകൊണ്ട് 3 പ്രവൃത്തികൾ സമാന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന വിശേഷപ്പെട്ട ഒരു ശക്തിയുണ്ട്. ആ ശക്തി എങ്ങനത്തതാ? അജായ സർഗസ്ഥിതിനാശഹേതവേ. അതിനൊരിക്കലും ജന്മമില്ല. ജന്മം ഉണ്ടെന്ന് വന്നാൽ വളർച്ചയും മരണവും ഉണ്ടാവും. പലർക്കും ജന്മം നൽകുന്നതാണത്, സ്വയം ജനിക്കാത്തതാ. അതുമാതിരി സർഗസ്ഥിതിനാശഹേതവേ. ഈ സർഗത്തിനെ മുഴുവൻ സ്ഥിതി ചെയ്യിപ്പിക്കുന്നത്, നിലനിർത്തുന്നതാണത്, എല്ലാറ്റിനെയും നശിപ്പിക്കുന്നതുമാണ്. അങ്ങനെ ത്രീമയായ ത്രിഗുണാത്മനേ നമഃ. സത്വവും രജസ്സും തമസ്സും എന്ന് പറയുന്ന 3 ഗുണാത്മകമായി ത്രീമയായ 3മായി തീരുന്ന അങ്ങയ്ക്ക് നമസ്കാരം എന്ന് പറഞ്ഞിട്ടാണ് പുറപ്പെടുന്നത്. എത്ര അർത്ഥവത്താന്ന് ആലോചിക്കൂ. അപ്പൊ കർമ്മണി ഏവത്തെ അധികാരഃ എന്ന് പറയുന്ന ആ വാചകത്തിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധാരണ അർത്ഥമല്ല. ഇംഗ്ലീഷിൽ പറയും യുവർ റൈറ്റ് ഈസ് ഓൺലി ടു വർക്ക് ബട്ട് നോട്ട് ടു ദ ഫ്രൂട്ട്സ് ദെയർ ഓഫ്. ഇതാണ് ലോകം മുഴുവനും പറയുന്ന ഒരു വാചകം. നിനക്കുള്ള അധികാരം കർമ്മം ചെയ്യാനേ ഉള്ളൂ, പിന്നെയോ ഫലത്തിനില്ല. കർമ്മം ചെയ്യുന്നവനല്ലാതെ ഫലം പിന്നെ ആർക്കാ? ഒരു കുടുംബത്ത് കല്യാണം കഴിഞ്ഞു, കുറെ കഴിഞ്ഞ് ആ സ്ത്രീ ഗർഭവതിയായി. ഗർഭം വേണ്ടതുപോലെ വളർന്ന് പ്രസവ ദിവസമൊക്കെ നിശ്ചയിച്ചൊരു കുട്ടി ഉണ്ടായി. അപ്പൊ കുട്ടി ഉണ്ടായി, കുട്ടി ജനിച്ചു എന്ന് പറയുന്നത് ഗർഭത്തിന്റെ ഫലമാണ്. ആ കുട്ടിയെ ഉടനെ എനിക്ക് വേണ്ട ആ കുട്ടി ഇതാ എടുത്തോളൂ എന്ന് ആസ്പത്രിക്കാർക്ക് കൊടുക്കുക. 10 കൊല്ലം സ്കൂളിൽ പഠിച്ചു. പഠിച്ചതിന് ശേഷം 10ാം ക്ലാസ് പാസ്സായി ഒരു സർട്ടിഫിക്കറ്റ് തന്നു. മാഷേ എനിക്ക് വേണ്ട ആ സർട്ടിഫിക്കറ്റ് കീറിക്കളയുക അല്ലെങ്കിൽ അങ്ങ് വെച്ചോളൂ എന്ന് പറഞ്ഞു കൊടുത്താൽ പറ്റുമോ? ഒരു ഓഫീസിൽ ജോലി ചെയ്തു, മാസം തികഞ്ഞാൽ ശമ്പളം കിട്ടും. അതിൻ്റെ ചെക്കോ പണമോ കയ്യിൽ കിട്ടിയാൽ എനിക്ക് വേണ്ട നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞാൽ പറ്റുമോ? അത് ജോലി ചെയ്താൽ ആ ആൾക്ക് ശമ്പളം കൊടുക്കണമെന്ന് നിയമമുണ്ട്, വ്യവസ്ഥയുണ്ട്. കൊടുത്തില്ലെങ്കിലോ അവരെ ശിക്ഷിക്കും. അപ്പൊ കർമ്മം ചെയ്യാനേ നിനക്ക് അവകാശമുള്ളൂ, ഫലത്തിൽ നിനക്ക് അവകാശമില്ല എന്നിങ്ങനെ പറയാൻ പറ്റുമോ? പറ്റില്ല. അധികാര ശബ്ദത്തിന് അതല്ല കൂട്ടരെ അർത്ഥം. ആ വാക്കാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത്. സംസ്കൃതത്തിലുള്ള അധികാരാർത്ഥത്തെ മലയാളത്തിൽ അങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുക, ഇറക്കുമതി ചെയ്യുക, എന്നിട്ട് കഷ്ടപ്പെടുകയാണ്. ഇപ്പം ഭഗവത്ഗീത വായിക്കണം, അത് സംസ്കൃത ഭാഷയിലാണ്. സംസ്കൃത ഭാഷയിൽ വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ സംസ്കൃത ഭാഷ ഒരളവ് വരെയെങ്കിലും അറിയണം. അല്ലെങ്കിൽ പദപദാർത്ഥങ്ങളും അന്വയവുമുള്ള പുസ്തകങ്ങൾ വാങ്ങി അതിൻ്റെ സഹായത്തോടു കൂടി വേണം വായിക്കാൻ. അപ്പൊ സംസ്കൃതം തീരെ പഠിക്കാത്തവര് ഭഗവത്ഗീത നല്ലപോലെ ചൊല്ലണം എന്ന് പറഞ്ഞാൽ സാധിക്കുമോ? സ്വാമിജി എനിക്ക് അതിനുള്ള അധികാരമൊന്നുമില്ല, ഞാൻ സംസ്കൃതം പഠിച്ചിട്ടില്ല, പദങ്ങളൊന്നും വേണ്ടതുപോലെ അറിയില്ല. ആളവിടെ ഉണ്ട്. നേരെ മറിച്ച് ഈ ഭഗവത്ഗീത മലയാളത്തിലാണ് എഴുതിയത് എന്നുണ്ടെങ്കിലോ എല്ലാവർക്കും വായിക്കാം, മലയാളം അറിയുന്നവർക്ക്. അപ്പൊ അധികാരത്തിന് അതിനുള്ള അവകാശം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾക്ക് അർജുനെ സംബന്ധിച്ചിടത്തോളം അർജുനന്റെ വ്യക്തിത്വം ക്ഷത്രിയനാണല്ലോ, ക്ഷാത്ര തേജസ്സുള്ളവനാ. ആ വ്യക്തിത്വത്തെ പൂർണ്ണമായി കണക്കിലെടുത്താൽ രജോ ഗുണം തുളുമ്പി നിൽക്കുന്നതാണ്. ആ രജോ ഗുണത്തിന് വക നൽകുന്ന ഒരു തുറയെ അർജുനന് പറ്റുള്ളൂ. അർജുനനും കൃഷ്ണനും കൂടി രണ്ടും വിട്ട് കാട്ടിൽ ചെന്ന് അവിടെ അങ്ങോട്ട് ഇരുന്ന് അയ്യോ വന്നൂല്ലോ എന്നാവും അർജുനന്റെ ആവലാതി. അയ്യോ ഞാനിങ്ങനെ വന്നൂല്ലോ, ഇനി മഹാഭാരത യുദ്ധം 2ാമത് വട്ടം കൂട്ടി അങ്ങോട്ട് ഒരുക്കാൻ സാധ്യമല്ലല്ലോ, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിൽ തോന്നും. അപ്പൊ രജോ ഗുണപ്രധാനിയായിരിക്കുന്ന ക്ഷത്രിയൻ, ക്ഷാത്ര തേജസ് തുളുമ്പിക്കൊണ്ടിരിക്കുന്ന അർജുനൻ അമ്പും വില്ലും താഴത്ത് വെച്ച് ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് വായ കൊണ്ട് പറഞ്ഞതുകൊണ്ട് മാത്രം ആ യുദ്ധവൃത്തി മനസ്സിന്ന് പോകില്ല. അതിനെ പാകപ്പെടുത്തി നമുക്ക് എടുക്കണം. ആ രജോ ഗുണത്തിന് ആവശ്യം എന്താ? പ്രവൃത്തി. അത് കൊടിയ പ്രവൃത്തി, ചിലപ്പോൾ കഠിന പ്രവൃത്തി, ചിലപ്പോൾ ദാരുണ പ്രവൃത്തി. ഇതെല്ലാം ചെയ്ത് അതിനൊരു ശമനം വരാനുണ്ട്. പന്ത് കളിക്കാൻ കൊതിച്ചിരിക്കുന്ന ആള് ഗ്രൗണ്ടിൽ ചെന്നാൽ ഡോ കളിക്കണ്ട മിണ്ടാതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ പറ്റുമോ?
അവർ തലങ്ങും വിലങ്ങും ഓടി 1 മണിക്കൂർ 1.25 മണിക്കൂർ ഓടി ഗോളടിച്ചും മേടിച്ചും എല്ലാം കഴിഞ്ഞാൽ അവർക്ക് വിശ്രമമായി. കുറെ പിന്നെ വിശ്രമിക്കാൻ പറ്റും. അപ്പൊ കർമ്മത്തിൽ മാത്രമാണ്, കർമ്മനിഷ്ഠയിൽ മാത്രമാണ് നിനക്ക് ഇപ്പോഴുള്ള പക്വത, നിനക്ക് ഇപ്പോഴുള്ള യോഗ്യത എന്നാണ് കൃഷ്ണൻ പറയുന്നത്. രണ്ട് നിഷ്ഠയാണല്ലോ ഇവിടെ. ഒന്ന് കർമ്മനിഷ്ഠ, അത് കഴിഞ്ഞാൽ സാഖ്യനിഷ്ഠ. സാഖ്യനിഷ്ഠ മനസ്സിലും ബുദ്ധിയിലും മാത്രമാണ് അധിഷ്ഠിതം. കർമ്മനിഷ്ഠയോ ഇന്ദ്രിയങ്ങളിലാണ് കൂടുതലും അധിഷ്ഠിതം. കണ്ണുകൊണ്ട് കാണണം, ചെവി കൊണ്ട് കേൾക്കണം, കൈ കൊണ്ട് പിടിക്കണം, കാലുകൊണ്ട് നടക്കണം, വായ കൊണ്ട് സംസാരിക്കണം. ഇതൊക്കെയാണ് കർമ്മങ്ങൾ. കർമ്മക്ഷേത്രം അതാണ്. അപ്പൊ ആ കർമ്മക്ഷേത്രത്തിൽ കുറെ കാലവും കൂടി പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഒരാവശ്യവും പക്വതയും മാത്രമേ നിനക്കുള്ളൂ. ഞാൻ ഈ പറഞ്ഞത് കേട്ട് എടുത്തങ്ങോട്ട് ചാടി ഒരു സ്ഥലത്ത് കണ്ണടച്ചിരുന്ന് ധ്യാനം മാത്രമായി 24 മണിക്കൂറും ചെലവ് ചെയ്യാം, കൊല്ലങ്ങൾ മുഴുവൻ, ദശാബ്ദങ്ങൾ മുഴുവൻ നീക്കാം എന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പൊ ഒരു ചോദ്യം, ഇങ്ങനെ കർമ്മം ചെയ്യണം, കർമ്മത്തിനേ അധികാരമുള്ളൂ, അവകാശമുള്ളൂ, അതാണ് എനിക്കുള്ള യോഗ്യത, അവിടുന്ന് അങ്ങോട്ട് പോവാൻ പറ്റില്ല എന്ന് പറയുന്നില്ലല്ലോ കൃഷ്ണ. അപ്പൊ ഈ കർമ്മങ്ങൾ മുഴുവൻ അതാതിൻ്റെ ഫലം രചിക്കൂലോ. ഇപ്പൊ യുദ്ധം ഞാൻ ചെയ്താൽ എന്തുവരും? എല്ലാവരെയും കൊന്നൊടുക്കേണ്ടി വരും. കൊന്നൊടുക്കുക വലിയ ഒരു പാപമാണല്ലോ. പ്രത്യേകിച്ചും എന്നെ പഠിപ്പിച്ച ഗുരുനാഥൻ, എന്നെ വളർത്തിക്കൊണ്ടുവന്ന മുത്തശ്ശൻ, അവർ 2 പേർക്കും എൻ്റെ നേരെ ഒരലോക്യവും ഇല്ല, ഒരു ദേഷ്യവും ഇല്ല, അനുഗ്രഹിക്കുകയാണ് അവർ ചെയ്യുന്നത്. ജയം കൈവരിക്കൂ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയാണ് യുധിഷ്ഠിരനെ പോയി നമസ്കരിച്ചപ്പോൾ. ആര്? ഭീഷ്മനും ദ്രോണനും. അപ്പൊ അങ്ങനെയുള്ളവരോട് പടപൊരുതുന്നത് വലിയൊരു പാപമല്ലേ എന്ന് ചോദിച്ചാൽ, മാ ഫലേഷു കദാചന, ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ആ പ്രവൃത്തിയുടെ ഫലങ്ങളുണ്ടല്ലോ, ആ ഫലങ്ങൾ ഒരൊട്ടലും നിനക്കുണ്ടാവരുത്. ആവശ്യമുള്ള പ്രവൃത്തി ചെയ്തു, പ്രവൃത്തിയുടെ പരിണത ഫലം ഉണ്ടായി. ആ പ്രവൃത്തിയും പരിണത ഫലവും അത് ലോകത്തിൻ്റെ ഒരു ചങ്ങലയിൽപ്പെട്ടതാണ്. ആ പ്രവൃത്തി തലത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇടപെടേ വേണ്ട. ഇവിടെ ഫലം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? നിങ്ങൾ അത് മനസ്സിലാക്കണം. ഫലം എന്നുള്ള വാക്കിന് ഇവിടെ എന്താ അർത്ഥം? എല്ലാ പ്രവൃത്തികൾക്കും ഒബ്ജക്റ്റീവായ റിസൾട്ട്സ് ഉണ്ട്, ബാഹ്യമായി വിഷയസംബന്ധമായ ഫലങ്ങളുണ്ട്. ആ ഫലങ്ങളെ പറ്റിയല്ല ഗീത പറയുന്നത്. ഗീത പറയുന്നത് മുഴുവൻ ആന്തരവും സൂക്ഷ്മവും മാനസവുമായ ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഉവ്വ സ്വാമിജി, അങ്ങനെയുണ്ടോ ഒരു ഫലം? ഉവ്വ്, അത് തന്നെ ഉള്ളൂ. എല്ലാ പ്രവൃത്തിയും രൂപപ്പെടുത്തുന്നത് എങ്ങനെയാ? എന്ത് ഫലമാണോ പരിണാമമാണോ നിങ്ങൾക്ക് വേണം, ആ ഫലവും പരിണാമവും അടയാൻ വേണ്ടിയിട്ടാണ് പ്രവൃത്തിക്ക് രൂപം നൽകുന്നത്. എഞ്ചിനീയറിംഗ് പഠിക്കണം എന്നൊരാൾ തീരുമാനിച്ചു. എന്താ കാരണം? എഞ്ചിനീയറിംഗ് പഠിച്ച് പാസ്സായി എനിക്ക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് എഞ്ചിനീയറിംഗ് പഠിക്കുന്നത്. അത് 5 കൊല്ലോ 4 കൊല്ലോ പഠിച്ചു കഴിഞ്ഞ് ആ പഠിപ്പോടുകൂടി പുറത്തു വന്നാൽ എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ ജോലി ചെയ്യണം. അപ്പൊ എഞ്ചിനീയറിംഗ് പഠിച്ചതിന് ശേഷം സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ വേണ്ടാന്ന് പറയണം എന്നാണോ ഇവിടെ പറയുന്നത്? അല്ല. ഞാനിവിടെ കൽക്കത്തയിൽ നിന്ന് കേരളത്തിൽ വന്ന് ഭഗവത്ഗീത തത്വപ്രവചന പരമ്പരയുമായി തൃച്ചംബരത്തിൽ നിന്ന് തിരുവനന്തപുരം വരെ പോയി സംസാരിക്കുകയുണ്ടായി. അപ്പൊ തിരുവനന്തപുരത്ത് പോയപ്പോൾ ഒരു മലയാളം വിദ്വാനാണ്, യോഗ അധ്യാപകനുമാണ്, വെൺകുളം എന്നാണ് അദ്ദേഹത്തിന് പറയുക, പരമേശ്വരൻ പിള്ള എന്നോ എന്തോ ആണ് പേര്. അദ്ദേഹം നല്ല പോലെ കേട്ടു ഞങ്ങൾ സംസാരിക്കുന്നത്. എവിടെ? തിരുവനന്തപുരത്തിൽ. എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് വന്ന് സംസാരിച്ചിട്ട് അദ്ദേഹം പറയുകയാണ്, സ്വാമിജിമാർ പറയുമ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്, ഗുരുവായൂരിൽ വലിയ ഒരു ചർച്ച, ഒരു കോൺഫറൻസ് നടന്നു. ആ കോൺഫറൻസ് നടന്നത് ഈ ഒരു ശ്ലോകത്തിൻ്റെ മുകളിലാണ്. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന. നിങ്ങൾക്ക് കർമ്മം ചെയ്യാൻ മാത്രമേ അവകാശമുള്ളൂ, അതിൻ്റെ ഫലങ്ങളോട് അവകാശമില്ല എന്ന് പറഞ്ഞാൽ എന്താ? സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ച് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് കീറിക്കളയണം എന്നാണോ അർത്ഥം? ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം അങ്ങനെ കത്തിക്കണമെന്നോ വേണ്ടാന്ന് വെക്കണം എന്നാണോ അർത്ഥം? ഇത് അപ്രായോഗികമാണ്, ഇതെങ്ങനെ ശരിയാവും എന്ന് പറഞ്ഞ് ഒരു തീർപ്പിലും എത്താതെ പിരിഞ്ഞു അത്ര ആ കോൺഫറൻസ്. ദശാബ്ദങ്ങൾക്ക് മുൻപാണ്. അങ്ങനെ ഒരു സിദ്ധാന്തം ഗീതയെ അവതരിപ്പിച്ചാൽ അത് ശരിയാവോ? മഹാഭാരത യുദ്ധം മുഴുവനും കഴിഞ്ഞു. 10 ഒഴികെ എല്ലാവരും മരിച്ചു, കൊല്ലപ്പെട്ടു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് യുധിഷ്ഠിരന്റെ മനസ്സിൽ കാട്ടുതീ പോലെ ദുഃഖം. അർജുനന് യുദ്ധം തുടങ്ങുന്നതിന് മുൻപാണ് ദുഃഖം.
യുധിഷ്ഠിരന് യുദ്ധത്തിൽ ജയിച്ചതിന് ശേഷമാണ് ദുഃഖം. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കില്ല, കാട്ടിലേക്ക് സ്വമേധയാ ഇച്ഛയാ പോവും. അവിടെയാണ് ഇനി എൻ്റെ ബാക്കിയുള്ള ജീവിതം. എന്നോട് വർത്തമാനം ശരിക്കുള്ള സത്യം പറഞ്ഞ് മനസ്സിലാക്കാതെ എൻ്റെ ജ്യേഷ്ഠൻ കർണനെ ഞങ്ങൾ കൊന്നൂലോ, അർജുനെ കൊണ്ട് കൊല്ലിച്ചില്ലേ ഞാൻ. കർണൻ എൻ്റെ ജ്യേഷ്ഠനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എല്ലാം കീഴടങ്ങി അദ്ദേഹത്തിനെ നേതാവായി ആരാധ്യനായി സ്വീകരിക്കുമായിരുന്നല്ലോ. ഈ കൂട്ട രക്തച്ചൊരിച്ചൽ ഒരിക്കലും എനിക്ക് സമ്മതമായിരുന്നില്ല. പലതും ചെയ്തു നടന്നില്ല. എന്നിട്ടാണ് യുദ്ധം ചെയ്തത്. ഇപ്പോഴാണ് മനസ്സിലാവുന്നത് കർണൻ ജ്യേഷ്ഠനാണെന്ന്. അമ്മ എന്നോട് ഇപ്പം എന്തിന് പറഞ്ഞു, അപ്പം എന്തിന് പറയാതെ ഇരുന്നു? അമ്മയുടെ മക്കളല്ലേ ഞങ്ങൾ. ഇന്ന് മക്കളോട് പറയാമെങ്കിൽ അന്നും പറയാമായിരുന്നുവല്ലോ. ഇതിലധികം ഒരു മഹാപാപമുണ്ടോ? ഇത് സഹിക്കാൻ പറ്റണില്ല, അതുകൊണ്ട് എനിക്കൊന്നും വേണ്ട, മിണ്ടരുത് ആരും, ഞാനിതാ കാട്ടിലേക്ക് പോണു എന്ന് പറഞ്ഞ് യുധിഷ്ഠിരൻ വളരെയധികം ദുഃഖിതനായി. ആ സമയത്ത് എല്ലാവരും ഉപദേശിച്ച് ഫലമില്ല, കൃഷ്ണൻ പറഞ്ഞതിനുമില്ല ഫലം. എന്നിട്ടാണ് വ്യാസദേവൻ ഈ മരണത്തിൻ്റെ ഒക്കെ പ്രതിനിധിയായി സൂത്രധാരകനായി. ഇപ്പോഴും ഉണ്ട് ഭീഷ്മൻ, ഉത്തരായനം കാത്തിരിക്കുകയാണ്. അവിടെ ചെന്ന് ചോദിക്കൂ, സമാധാനം ഉണ്ടാക്കി തരും, എന്ത് ചോദ്യത്തിനും മറുപടി പറയാൻ തക്ക തത്വജ്ഞാനിയാണ് അദ്ദേഹം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ പോയത്. അപ്പോഴാണ് വിഷ്ണു സഹസ്രനാമം ഉപദേശിച്ചത്. ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങൾ കേട്ടുവോ പ്രേക്ഷകരെ? വിഷ്ണു സഹസ്രനാമം ഉപദേശിച്ചു. എന്തിന്? ആ പാപഫലം മനസ്സിൽ നിന്ന് പോകാൻ. യുദ്ധത്തിന് 2 തരത്തിലുള്ള ഫലമാണ്. ഒരു ഫലം എന്താ? എതിരാളികൾ മുഴുവൻ മരിച്ചു, 10 ആളെ ബാക്കി വന്നുള്ളൂ, 2ലും കൂടി അജയ്യനായി തീർന്നു. ആര്? യുധിഷ്ഠിരൻ. അന്ന് ഭാരതത്തിൽ ഒരാളും ഇല്ല ഈ യുധിഷ്ഠിരനെ ചോദ്യം ചെയ്യാൻ. അങ്ങനെയുള്ള ഒരു യുദ്ധത്തിൽ ജയിച്ചു കഴിഞ്ഞു. അതാണ് യുദ്ധഫലം. ആ യുദ്ധഫലം ബാഹ്യമാണ്. ശത്രുക്കളൊക്കെ പോയി ശവദാഹമൊക്കെ കഴിഞ്ഞു. അപ്പൊ അതിലെ ബാഹ്യഫലത്തിലൊരു മാറ്റമില്ല. ആ ബാഹ്യഫലമല്ല ഇപ്പൊ ഇവിടെ ചോദ്യചിഹ്നം. അങ്ങനെ ജയിച്ച യുദ്ധത്തിൽ താൻ ചെയ്തത് പാപമാണ് എന്നുള്ളൊരു തോന്നൽ, ആ പാപഫലം മനസ്സിനെയും ബുദ്ധിയെയും ഗ്രസിക്കുകയാണ്. അപ്പൊ നമ്മുടെ ചെയ്യുന്ന പ്രവൃത്തികൾക്കെല്ലാം ബാഹ്യഫലം എന്തു തന്നെ ആയാലും ആ ബാഹ്യഫലത്തെ മനസ്സ് 3ആയിട്ട് തിരിക്കുന്നു. ലോകവസ്തുക്കളെ മുഴുവൻ ഇന്ദ്രിയങ്ങൾ 5ആയി തിരിക്കുന്നു. ആ 5ൽ നിന്നുണ്ടാവുന്ന സുഖം ദുഃഖം എന്ന് 2 മാനസഫലം, പ്രതികരണം എന്ന് പറഞ്ഞുവല്ലോ സാഖ്യം ചർച്ച ചെയ്യുമ്പോൾ. അതുപോലെ ഇവിടെ നാം ചെയ്യാനുള്ള കർമ്മങ്ങൾ എന്തോ ആവട്ടെ, ആ കർമ്മങ്ങൾക്ക് എന്തെന്തെല്ലാം ഫലമുണ്ടോ അതുമാവട്ടെ, ആ ഫലസിദ്ധി വന്നാലും വന്നില്ലെങ്കിലും മനസ്സിൻ്റെ തലത്തിൽ സർവ്വ പ്രവൃത്തികൾക്കും 3 ഫലമുണ്ട്. 3 ഫലമുണ്ട്. പ്രേക്ഷകരെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഈ പറയുന്നത്? എന്താണ് 3 ഫലം? അനിഷ്ടമിഷ്ടം മിശ്രം ച ത്രിവിധം കർമ്മണഫലം. 18-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ ശ്ലോകമാണ്. അനിഷ്ടം ഇഷ്ടം മിശ്രം ച ത്രിവിധം കർമ്മണഫലം. കർമ്മത്തിന് എല്ലാറ്റിനും 3 വിധത്തിലുള്ള ഫലമാണ്. എന്ത് കർമ്മമായിക്കോട്ടെ, പൂജയിൽ നിന്ന് തുടങ്ങി ഭക്ഷണം കഴിക്കുന്നതടക്കം എന്തെല്ലാം പ്രവൃത്തികളുണ്ടോ ബഹുമുഖമായിട്ടുള്ള ഈ ലോകത്തിൽ, ആ പ്രവൃത്തികൾ എങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ മനസ്സിൽ വന്നു ചേരുന്ന ഫലം 3 ഒരു കുട്ടി പഠിച്ചു, നല്ലോണം പാസ്സായി, സർട്ടിഫിക്കറ്റ് കിട്ടി. പഠിച്ചു, പാസ്സായി, സർട്ടിഫിക്കറ്റ് കിട്ടി എന്നുള്ളത് ബാഹ്യഫലമാണ്. ആ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മനസ്സിൽ എന്താ ഉണ്ടാവുക? ഇഷ്ടഫലം. അതേ കുട്ടിക്ക് ഉദ്യോഗം കിട്ടിയാലോ ഇഷ്ടഫലം, ഉദ്യോഗം കിട്ടിയില്ലെങ്കിലോ അനിഷ്ടഫലം. ഉദ്ദേശിച്ച സ്ഥാനമാറ്റം സ്ഥാനക്കയറ്റം ഉണ്ടായില്ല എന്ന് വന്നാൽ അനിഷ്ടഫലം. അപ്പൊ ബാഹ്യത്തുറയിൽ എന്ത് ഫലം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഉള്ളിലുണ്ടാവുന്നത് ഒന്നിലോ ഇഷ്ടം, അല്ലെങ്കിൽ അനിഷ്ടം, അല്ലെങ്കിൽ ഇഷ്ടാനിഷ്ടം മിശ്രം. ഈ 3 ഫലങ്ങളെയും നാം അതിജീവിക്കണം എന്നുള്ളതാണ് കർമ്മയോഗ സിദ്ധാന്തം. നാം ചെയ്യുന്ന പ്രവൃത്തിക്ക് പ്രതീക്ഷിച്ച ഫലം ഉണ്ടാവാം, അതുകൊണ്ട് തുള്ളിച്ചാടണ്ട. പ്രതീക്ഷിക്കാത്ത ഫലം സംഭവിച്ചു എന്ന് വരാം, പ്രതീക്ഷിച്ചത് കിട്ടിയില്ല എന്ന് വരാം. അങ്ങനെ എന്തു തന്നെ വന്നാലും മനസ്സിന് തുള്ളിച്ചാട്ടവും വേണ്ട, നിരാശയും വേണ്ട, കഠിനമായ ദുഃഖമോ അതിര് കവിഞ്ഞ ആഹ്ലാദമോ രണ്ടുമില്ലാതെ ഇരിക്കണം എന്നാണ് കർമ്മയോഗം. മാ ഫലേഷു കഥാചന. ഫലങ്ങളിൽ മാ എന്ന് പറഞ്ഞാൽ അരുത്, ഒരിക്കലും കഥാചന. എന്തരുത്? ഒട്ടലരുത്, സംഘമരുത്. നാം പ്രവർത്തിക്കുമ്പോൾ ആ പ്രവൃത്തി ചിലപ്പോൾ സഫലമാവും, മിക്കവാറും സഫലമാവും. എന്താ കാരണം?
പ്രയോജനം അനുദ്ദിശ്യ ന മന്ദോപി പ്രവർത്തതേ. എന്ത് പ്രയോജനം വേണോ അത് മുൻപിൽ കണ്ടുകൊണ്ടാണ് ഒരു പ്രവൃത്തി തിരഞ്ഞെടുക്കുന്നതും രൂപം നൽകുന്നത്. നമുക്ക് ആവശ്യം ഗോതമ്പും നെല്ലും, ഇത് രണ്ടും ആവശ്യമാണ്. അപ്പോൾ ഗോതമ്പ് കൃഷി ചെയ്യണു. എന്തിനു വേണ്ടി കൃഷി ചെയ്യണു? ഒരു കൃഷിക്കാരൻ, അയാൾക്ക് 2 ഏക്കർ ഭൂമിയുണ്ട്. ആ 2 ഏക്കർ ഭൂമിയിൽ അയാൾ കൃഷി ചെയ്യുന്നുണ്ട് ഗോതമ്പ്. 2 വിളയെടുക്കാം. അത് മുഴുവനും കൃഷി ചെയ്തത് എടുക്കുന്നത് അയാൾക്കും കുടുംബത്തിനും കഴിക്കാനല്ല. കൃഷി അവിടെ ഒരു തൊഴിലാണ്, സമാജത്തിൻ്റെ ആവശ്യത്തിനുള്ള ഒരു സംഭാവനയാണ്. അപ്പോൾ വേണ്ടതുപോലെ കൃഷി വിളയിറക്കി നല്ലോണം നോക്കി കൊയ്തു കിട്ടി, എത്രയോ വണ്ടിക്ക് നെല്ല് കിട്ടി, നമുക്ക് ആവശ്യമുള്ളത് വെച്ച് ബാക്കിയുള്ളത് അങ്ങോട്ട് കൊടുത്തു. ചില സമയത്ത് ഉദ്ദേശിച്ച നെല്ല് കിട്ടിയില്ല, അല്ലെങ്കിൽ ഗോതമ്പ് കിട്ടിയില്ല, അങ്ങനെയും വരാം. അപ്പം ബാഹ്യഫലം എന്തുമായാലും ആ ബാഹ്യഫലത്തെ ചൊല്ലി മനസ്സിലുണ്ടാവുന്നത് പ്രതീക്ഷിച്ചത് കിട്ടിയാൽ ഇഷ്ടഫലം, കിട്ടാതിനാൽ അനിഷ്ടഫലം, പ്രതീക്ഷിച്ചത് മുഴുവൻ കിട്ടിയാൽ ഇഷ്ടഫലം, കിട്ടിയില്ലെങ്കിൽ അനിഷ്ടഫലം, പ്രതീക്ഷിച്ചത് കാലേ മുക്കാലേ കിട്ടിയുള്ളൂ എന്ന് വെച്ചാലോ അപ്പം മിശ്രഫലം. ഇങ്ങനെ 3 കൂട്ടം ഫലങ്ങൾ എല്ലാ പ്രവൃത്തിത്തുറയിലും ഉണ്ടാവും. സാധാരണ നമ്മൾ ഒരു കാര്യം ആലോചിച്ച് പ്രവർത്തിക്കും. എന്താണ് നമുക്ക് വേണ്ടത്? ആ വേണ്ടത് മനസ്സിലാക്കിയിട്ടാണ് പ്രവൃത്തിക്ക് രൂപം കൊടുക്കുക. എന്നിട്ട് ആ പ്രവൃത്തിയെ പിന്തുടർന്നു മുഴുവനാക്കി എന്നുണ്ടെങ്കിൽ ഉദ്ദേശ ഫലം സ്വാഭാവികമായി നമുക്ക് കിട്ടും. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഒരു 90, 95, 96% നമുക്ക് പ്രതീക്ഷിച്ച ഫല. ഒരു 4% അല്ലാത്തത് ഉണ്ടാവുള്ളൂ. ഇപ്പം സാധാരണ ഉത്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ എന്നോട് ജംഷഡ്പൂരിലെ ഒരു ചെറുകിട വ്യവസായി പറയുകയാണ്, ടാറ്റ ആവശ്യപ്പെടുന്ന റെയിലാണ് അദ്ദേഹം ഉണ്ടാക്കുന്നത്. അങ്ങനെ റെയിൽ ഉണ്ടാക്കുമ്പോൾ 100 റെയിൽ ഉണ്ടാക്കിയാൽ അതിൽ 3 വരെ കേടുവരാമത്രേ. അപ്പം ആദ്യം ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ അത് 3 എന്നുള്ളത് 4 വരെ കേടുവന്നു. ഇത്തവണ ഞാൻ ചോദിച്ചപ്പോൾ പറയുക, ഒരു കേടുമില്ലാതെ ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന്. അപ്പം എന്താ അതിൽ വിശേഷം? 100 റെയിൽ ഉണ്ടാക്കി ഒന്നും കേടുവന്നില്ല എന്നുണ്ടെങ്കിൽ ആ 3 അവർ തള്ളുപടിയായി കൊടുക്കും. അതിന് പകരം 3 കൂടി കിട്ടിയാലോ അത് ലാഭത്തിൽ ചേർന്നു. അവിടെ 100 ഉണ്ടാക്കിയാൽ 103 വിലയാണ് കിട്ടാൻ പോണത്. 100 ഉണ്ടാക്കുന്നുള്ളൂ, പക്ഷെ വില കിട്ടാൻ പോണത് 103 എന്ത് പ്രവൃത്തിയും നമ്മൾ ചെയ്യുമ്പോൾ ആലോചിച്ചാണ് അത് രൂപപ്പെടുക. അത് വേണ്ടതുപോലെ അങ്ങോട്ട് പര്യവസാനിപ്പിച്ചു എന്നുണ്ടെങ്കിലോ പ്രവൃത്തിയുടെ ഫലമുണ്ടാകും. എന്തുകൊണ്ടും ഉണ്ടായിക്കൂടാ? ഈ ലോകം കർമ്മസങ്കുലമാണല്ലോ, കർമ്മക്ഷേത്രമാണല്ലോ. ഇവിടെ റബ്ബർ വെച്ചു, 1 ഏക്കറയിൽ എത്ര തൈ വയ്ക്കാം അതിന് കണക്കുണ്ട്. ഏതാ നല്ലത് അതിനും കണക്കുണ്ട്. അതെല്ലാം വെച്ചു, ഒരു 6 കൊല്ലം 8 കൊല്ലം ആകുമ്പോഴേക്കും അത് വെട്ടി തുടങ്ങി, പാല് കിട്ടി. അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ കിട്ടുന്നത് കൊണ്ടാണല്ലോ നമുക്ക് എല്ലാം നടക്കുന്നത്. അപ്പം ഫലമില്ല എന്ന് നിങ്ങൾ പറയരുത്. ഫലസിദ്ധിക്ക് വേണ്ടിയാണ് കർമ്മം, വേണ്ടിയാണ് കർമ്മം. എന്ത് കർമ്മം? വിശന്നു, ടേബിളിൽ ചെന്നിരുന്നു, ഭക്ഷണ സാമഗ്രികൾ വിളമ്പി, ഊണ് കഴിച്ചു, വയറ് വീർത്തു, ശരീരത്തിന് പോഷകമായി. എന്താ അതിൽ കുറവ്? എന്ത് ഫല നിങ്ങൾ ഇല്ല എന്ന് പറയണത്? എന്നാൽ എല്ലാറ്റിനും ഒരുപോലെ പ്രതീക്ഷിച്ച ഫലം വരുമോ? വരില്ല. ഇപ്പം മഹാഭാരത യുദ്ധത്തിൽ കണ്ണിലുണ്ണിയാണ് ആര്? അഭിമന്യു. ആ അഭിമന്യു മരിക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷേ ആ അഭിമന്യുവെ അപ്രതീക്ഷിതമായ സ്ഥിതിവിശേഷത്തിൽ അഭിമന്യു കൊല്ലപ്പെട്ടുല്ലോ. പ്രതീക്ഷിച്ച ഫലമാണോ അത്? യുധിഷ്ഠിരന് എപ്പോഴും മനസ്സിലുള്ള ഒരു സങ്കടം. ആ യുധിഷ്ഠിരൻ പറഞ്ഞിട്ടാണ് മഹാപാപം അങ്ങോട്ട് പോയത്. ആ ചക്രവ്യൂഹം എന്ന് പറഞ്ഞാൽ ചക്രം പോലെ 4 ഭാഗവും ഇങ്ങനെയാ. ഏത് ഭാഗത്തുനിന്നും ശത്രുക്കൾക്ക് വരാൻ പറ്റില്ല, പൊരിഞ്ഞ പോരാ. ആ ചക്രവ്യൂഹം ഭേദിച്ച് ഉള്ളിൽ കിടക്കാൻ ഒരാളുമില്ല. അഭിമന്യുവിന് അതറിയാം. അർജുനോ അപ്പുറത്ത് വേറെ ഒരു കൂട്ടരെ നേരിടാൻ വേണ്ടി പോയിരിക്കുക. അർജുനൻ അവിടെ ഇല്ലേനും. എൻ്റെ മോനെ, നീ എങ്ങനെയെങ്കിലും തുളച്ചങ്ങോട്ട് കിടക്ക്. വല്യച്ഛ, ഞാൻ കിടക്കാം, പക്ഷെ പുറത്തു വരാൻ എനിക്കറിയില്ല. എങ്ങാനും എന്നെ പിടിച്ച് കുടുക്കിയെന്നുണ്ടെങ്കിൽ പുറത്തെങ്ങനെ വരും? അത് സാരമില്ല, നീ കിടക്കുമ്പോൾ ഞങ്ങൾ കൂടെ അങ്ങോട്ട് വന്നു കളയാം. നിന്റെ കൂടെ ഞങ്ങളും ഉണ്ടാവും. ഞങ്ങളെല്ലാവരും കൂടി അകത്ത് വന്നാൽ പിന്നെ പുറത്തു വരണ ചോദ്യമില്ല. ആ സൈന്യത്തെ നശിപ്പിച്ച് നമ്മൾക്ക് വാതിൽ തുറന്നിട്ട് പുറത്തു വരുന്ന മാതിരി വരാമെന്ന് പറഞ്ഞു. മഹാപാപം ഉള്ളിൽ കിടന്നു. ഇവർ പോകുമ്പോഴേക്കും ജയദ്രഥൻ ആ പഴുതങ്ങട് അടച്ചു. ആ അഭിമന്യു തന്നെ ഉള്ളിൽ എല്ലാവരും കൂടി ആ ഒരാളോട് പടപൊരുതി, യുദ്ധത്തിൻ്റെ നിയമങ്ങളും വ്യവസ്ഥകളും എല്ലാം ലംഘിച്ചുകൊണ്ട്. ഇതിലേറെ കഠിന ദുഃഖം ആ യുദ്ധത്തിൽ എന്തുണ്ട് എന്ന് നിങ്ങൾ പറയൂ. അപ്പം യുദ്ധമെല്ലാം പ്രതീക്ഷിച്ച ഫലമല്ല,
അപ്രതീക്ഷിച്ച കാര്യങ്ങളും അവിടെ നടന്നിട്ടുണ്ട്. അപ്പൊ ഈ സങ്കടം ആർക്ക് സഹിക്കാൻ പറ്റുന്നാ പറയണത്? അങ്ങനെ ഒരു നഷ്ടം ആരെങ്കിലും പ്രതീക്ഷിച്ചതാണോ? അപ്പൊ യുദ്ധത്തിൽ എല്ലാം ജയിച്ചു എന്ന് നിങ്ങൾ പറയരുത്. അവിടെ 11 അക്ഷൗഹിണി സേന മരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 7 അക്ഷൗഹിണി സേന, രണ്ടിലും കൂടി 10 ബാക്കി വന്നുള്ളൂ, എല്ലാവരും പോയി. അപ്പൊ നഷ്ടമില്ലാത്തൊരു ലാഭമാണെന്ന് വിചാരിക്കരുത്. അതാണ് പറയണത്, അനിഷ്ടമിഷ്ടം മിശ്രം ച ത്രിവിധം കർമ്മണഫലം. ത്രിവിധം കർമ്മണഫലം, 3 തരത്തിലുള്ള ഫലമാണ്. മാനസഫലം, മനസ്സിന്റെ തലത്തിൽ. ബാഹ്യകർമ്മങ്ങളും കർമ്മഫലങ്ങളും എന്തോ ആവട്ടെ, മനസ്ഥലത്തിലുള്ള ഫലം 3 എണ്ണമാണ്. ആ 3 എണ്ണത്തിനെയും മനസ്സിനെ സംലയിപ്പിച്ചെടുക്കാൻ പറ്റണം. ഒന്നിനോട് മൊട്ടലുണ്ടാവരുത്. നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഉദ്ദേശിച്ച ഫലം കിട്ടിക്കൊണ്ടിരിക്കും. ഒരു കമ്പനി നടത്തി, അതിൽ നല്ല ലാഭമുണ്ടായി. ഇന്നാളിവിടെ ഒരു ബാങ്ക് മാനേജർ വന്ന് സംസാരിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഞങ്ങളുടെ ബാങ്കിന്, അദ്ദേഹം ഇവിടെ എന്നെ കാണാൻ വേണ്ടി വന്നതാ, ബാങ്ക് കാര്യത്തിന് വന്നതല്ല. അപ്പം ഞാൻ ആര് വന്നാലും സംസാരിക്കുക അങ്ങോരോട് ചോദിച്ചു, ഞങ്ങൾക്ക് 500 കോടി ലാഭം ഉണ്ടായിരിക്കുന്നത്, അത് 600 ആവാനാണ് ഇക്കൊല്ലത്തെ പ്രതീക്ഷ. അപ്പോൾ ലാഭമുണ്ടാവില്ലേ? ലാഭമില്ലാതെ പ്രവർത്തിക്കാൻ പറ്റുമോ? വ്യവസായം പൂട്ടേണ്ടി വരുമല്ലോ. കൃഷി ഇറക്കിയ പണം കിട്ടില്ല എന്ന് വെച്ചാൽ ആരെങ്കിലും കൃഷി ചെയ്യും? ഒരു തെങ്ങിന് നമ്മൾ 500 റുപ്യ ഒരു വർഷത്തിൽ ചെലവ് ചെയ്തു. ചുരുങ്ങിയത് 1000 റുപ്യെങ്കിലും തെങ്ങിൽ നിന്ന് കിട്ടിയാലല്ലേ ആ കൃഷി കൊണ്ടു നടത്താൻ പറ്റുള്ളൂ. അതുമാതിരി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഓരോ കൊല്ലം കഴിഞ്ഞാലും ജയിച്ച് അടുത്ത ക്ലാസ്സിലേക്ക് പോകണം. അതില്ലെങ്കിലോ പിന്നെ എങ്ങനെയാ പഠിക്കുക? അപ്പൊ ഫലത്തെ ഉദ്ദേശിച്ചാണ് സർവ്വപ്രവൃത്തികളും ഇവിടെ. ആ ഫലം ബാഹ്യഫലമാണ്. ആ ബാഹ്യഫലം ഇഷ്ടപ്പെട്ടതാകാം, ഇഷ്ടപ്പെടാത്തതാകാം, മിശ്രഫലമാകാം. അത് 2 അല്ല 3 വന്നാലും ശരി, അതിലൊരിക്കലും നമുക്ക് ഒട്ടലുണ്ടാവരുത്. അയ്യോ ഉദ്ദേശിച്ചത് കിട്ടിയില്ലോ, തുള്ളി അങ്ങോട്ട് ചാടുക, കിട്ടിയില്ലല്ലോ നനഞ്ഞുകൂടിയിരിക്കുക, ഇത് 2ഉം പാടില്ല. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. കർമ്മക്ഷേത്രമാണ് ഈ ലോകം, ജീവിതം. അതിൽ പ്രവർത്തിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതിൽ പലതും വരും, പലതും പോകും. ആയാതമായാതമപേക്ഷണീയം ഗതം ഗതം സർവമുപേക്ഷണീയം. വരുന്നത് സ്വീകരിക്കുക, പോകുന്നത് വിട്ടുകളയുക. അപ്പോൾ ഫലങ്ങളിൽ എന്ത് പാടില്ല എന്നാ പറയണത്? ഒട്ടൽ പാടില്ല. ആ ഒരു വാക്ക് അവിടെ ചേർക്കണം. അത് മാത്രമല്ല, പ്രവൃത്തിയെടുക്കുന്ന സമയത്ത് മാ കർമ്മഫലഹേതുർഭൂഹു. എന്താ വരിക്ക് അർത്ഥം? കർമ്മത്തിൻ്റെ ഫലത്തെ ഹേതുവായി പ്രവർത്തിക്കുന്ന സ്വഭാവം. ഞാൻ ലോകത്തിൽ കർമ്മം ചെയ്യണത് എന്തിന്? ഫലം കിട്ടാനാണ് എന്ന് പറയരുത്. നാം എല്ലാവരും കർമ്മം ചെയ്യുക. നിങ്ങൾ എത്ര നേരം ഊണ് കഴിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു? ചുരുങ്ങിയത് 3 നേരം, ചിലർ 4 നേരവും. ഈ ഭക്ഷണം എന്താ? ശരീരത്തിനുള്ള ഊർജമാണ് നമ്മൾ നൽകുന്നത്. അപ്പൊ കഴിച്ച ഭക്ഷണം ശരീരത്തിൽ വരുമ്പോൾ അത് ഫാറ്റായിട്ട് രൂപാന്തരപ്പെട്ട് ശരീരത്തിൽ തങ്ങും. അത് മുഴുവനും പ്രവൃത്തിയെടുത്ത് നിങ്ങൾക്ക് ചെലവ് ചെയ്യണം. കഴിക്കണ ഭക്ഷണം കൂടുതൽ, പ്രവൃത്തിയിലുള്ള ചെലവ് കുറവെന്ന് വന്നാലാ തടിച്ചിങ്ങനെ വരിക, പൂളക്കായ പോലെ. എത്രത്തോളം ഭക്ഷണം കഴിക്കണോ അതിനനുസരിച്ച് ആ ഫാറ്റ് മുഴുവനും ബേൺ ചെയ്ത് കളയണം എന്നാ പറയുക. എക്സസൈസ് എടുക്കണം, നടക്കണം, പ്രവൃത്തി എടുക്കണം, അശ്രാന്തമായ പരിശ്രമം വേണം. അതിനാണ് ഭക്ഷണം. ഭക്ഷണം കഴിക്കണു, ജോലി ചെയ്യണമില്ല എന്ന് വന്നാൽ എന്തായി? അങ്ങനെ പൊളച്ച് ഇങ്ങനെ വരും. ഒബേസിറ്റി എന്ന് പറയണില്ലേ, അതാണ് തകരാറ്. ഇന്നത്തെ കാലത്തൊക്കെ കൊച്ചു ഫ്ലാറ്റുകളാണ്. ബോംബെയിലൊക്കെ ഒക്കെ ചെന്നാൽ ഈ തീപ്പെട്ടി പോലെയുള്ള ഫ്ലാറ്റുകളാണ് കൂടുതലും. അപ്പം ആ ഫ്ലാറ്റിൽ എത്ര ദൂരം നടക്കാനുണ്ടാവും? അധികമൊന്നും ഉണ്ടാവില്ല. ഏതാനും അടികളോ വാരകളോ നടക്കാൻ തന്നെ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ സ്ഥലം ഉണ്ടാവില്ല. പുറത്ത് കിടന്നാലോ വാഹനത്തിൽ കയറി, ആഫീസിൽ ചെന്നാലോ അവിടെ ഇരുന്നു. അപ്പം കാലത്ത് തുടങ്ങിയാൽ വൈകുന്നേരം വരെ കിടക്കുന്നത് വില ഇരിക്കില്ല. അത് കഴിഞ്ഞാലോ പിന്നെ കിടപ്പും. അപ്പം ശരീരത്തിന് വ്യായാമം ഉണ്ടാവണില്ല. അതുകൊണ്ടാണ് എല്ലാവരും ജിംനേഷ്യത്തിൽ പോയി ആഴ്ചയിൽ 3-4 ദിവസമെങ്കിലും പൊരിഞ്ഞ എക്സസൈസ് എടുക്കുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കൊഴുപ്പ് പ്രവൃത്തിയെടുക്കാൻ മാത്രം വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം എന്തിനു പ്രവർത്തിക്കണു എന്ന് ചോദിച്ചാലോ, ഭക്ഷണം കഴിക്കണു, ശരീരത്തിൽ കൊഴുപ്പുണ്ടാവണു, ആ കൊഴുപ്പ് വേണ്ടതുപോലെ വിനിയോഗിക്കാനാണ് പ്രവൃത്തി. നിങ്ങൾ ഏത് പ്രവൃത്തി ആയാലും കൊള്ളാം. അത് കുടുംബഭരണമാവാം, ആഫീസിൽ ഉദ്യോഗമാകാം, കൃഷിവലന് കൃഷിയാവാം, വ്യവസായ മേധാവിക്ക് അതാവാം, അധ്യാപകന് അധ്യാപക വൃത്തി. എന്തായാലും പ്രവൃത്തി. കാലത്തും വൈകുന്നേരവും ഇവിടെ ഇറങ്ങി വന്നങ്ങോട്ട് നോക്കിയാൽ കാണാം, ഈ കൊറ്റികൾ കാലത്ത് നേരത്തെ ഇരതണ്ടാനായി പോവും. വൈകുന്നേരം സന്ധ്യയ്ക്ക് മുമ്പ് ഇങ്ങനെ പറന്നിങ്ങനെ പോണത് കാണാം.
അവർ കാലത്ത് പോയി വൈകുന്നേരമാണ് തിരിച്ചു വരണത്. ആ ഒരൊറ്റ പറക്കൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതിൻ്റെ ആ മാംസഭൂയിഷ്ടമായ ശരീരം എത്രയുണ്ടാവും? ഏതാനും ഗ്രാമേ ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. 1 കിലോന് താഴെ ഉണ്ടാവുള്ളൂ. ഇത്ര വലിയ ചിറകുണ്ട്. ആ ചിറക് ഇങ്ങനെ അടിച്ചടിച്ച് അതിവേഗം ആകാശത്തിലൂടെ പോവാൻ എത്രമാത്രം ഊർജം വേണമെന്ന് നിങ്ങളൊന്ന് ആലോചിക്കൂ. ആ കൊറ്റിയുടെ പിന്നാലെ നമുക്ക് അവനെ ഓടാൻ പറ്റുമോ ഭൂമിയിൽ? ആ ചെറിയ പക്ഷിയാണ് ഇത്ര അധികം പറക്കണത്. അപ്പം എത്ര ശക്തി അതിന് ഉപയോഗിക്കണം. അതുകൊണ്ട് അവർക്കാർക്കും ഈ കൊഴുപ്പും മജ്ജയും കൂടിയിട്ടുള്ള കുഴപ്പമില്ല. ഇത് മുഴുവനും ഈ ബുദ്ധിയുള്ള മനുഷ്യന് മാത്രമേ ഉള്ളൂ, ഈ തീമ്പണ്ടിക്ക്. നമുക്ക് പരിചയമുള്ള ചിലർ ആശ്രമത്തിൽ വരാറുണ്ട്. ചിലപ്പോൾ ഇന്നെന്താ നിങ്ങൾക്ക് ഇത്തിരി ഫാറ്റ് കൂടിയിട്ടുണ്ടല്ലോ ശരീരം. അപ്പം പറയുക കുറേ വറീസായിരുന്നു, മനസ്സിന് വല്ലാത്ത അലട്ട് കൂടുമ്പോൾ ഞാൻ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നു. എനിക്ക് ആദ്യമായിട്ട് കേട്ടപ്പോൾ ചിരി വന്നു. അലട്ട് കൂടുമ്പോൾ കൂടുതൽ ഭക്ഷണം കഴിക്കുക, അലട്ടുള്ളപ്പോൾ ഭക്ഷണം കഴിക്കാൻ തോന്നില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെയല്ലാത്രേ. അലട്ട് വരുമ്പോൾ എന്തെങ്കിലും ഇടയ്ക്ക് തിന്നുന്നാ പറയണത്. അപ്പം ഈ തീമ്പണ്ടിയായിട്ടിരിക്കുന്ന ഒരു സ്വഭാവം മനുഷ്യന് മാത്രമേ ഉള്ളൂ. കഴിച്ചതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. കുട്ടിക്കാലത്ത് നല്ലോണം ഓടലും ചാടലും ഒക്കെ ഉള്ളപ്പോൾ എത്ര തിന്നാലും നമുക്ക് കുഴപ്പം വരില്ല. പ്രായം ചെല്ലുമ്പോൾ ഭക്ഷണം കുറയ്ക്കണം. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. എന്തിനാ ഞാൻ ഇതൊക്കെ പറഞ്ഞത്? കർമ്മസങ്കുലമാണ് ലോകം, മനുഷ്യലോകം പ്രത്യേകിച്ചും. അതിൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. എന്ത് മനസ്സിലാക്കണം? പ്രവൃത്തി എടുക്കാതെ ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ആ പ്രവൃത്തി ഫലത്തെ ഉദ്ദേശിച്ചേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ പ്രവൃത്തിയും ഫലനിർവഹണം, ഫലസിദ്ധി, ഇത് അതിൻ്റെ പാട്ടിൽ നടക്കുന്ന ഒരു ചങ്ങലയാണ്. അതിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ദൈവം ചൈവാത്ര പഞ്ചമം എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ അധിഷ്ഠാനം തഥാകർത്ത കരണം ച പൃഥക് വിധം വിവിധാശ്ച പൃഥക് ചേഷ്ടാ ദൈവം ചൈവാത്ര പഞ്ചമം. പഞ്ചമം എന്ന് പറയുന്ന 5ാമത്തെ ഒരു ഘടകം ദൈവമുണ്ട്. അതിന് വിധേയമായി ചിലപ്പോഴൊക്കെ നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടിയില്ല എന്ന് വരും. അത് ചിലപ്പോഴാണ്. അത് മനുഷ്യന് പൂർണ്ണമായ ഒരു വിജയം പ്രകൃതി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനാണ് സർവസ്വം എന്ന് പറയാൻ ഒരാൾക്കും ഇവിടെ പറ്റില്ല. എന്തെങ്കിലും ഒരു പഴുതോ ഒരാലോചനക്കുറവോ എന്തെങ്കിലുമൊക്കെ വരാം. ദൈവം ചൈവാത്ര പഞ്ചമം. ബാക്കി 4 ഘടകവും നമ്മുടെ കയ്യിലുള്ളതാണ്, പരിശോധിച്ച് ശരിയാക്കാന്നുള്ളതാണ്. 5ാമത്തത് എപ്പോൾ വരും, എങ്ങനെ വരും എന്ന് പറയാൻ പറ്റില്ല.